നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ഒന്നിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിക്കാം. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു നിർഗലേക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ പ്രകാശമേ. അന്ധകാരവേ റിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ. കീഴുവാൽമാവേ ലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയൻ. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള വായന നമുക്ക് ശ്രമിക്കാം. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. അഭിമന്യ പിതാവേ, ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ രൂപതയുടെ മുഖ്യ വികാരച്ചൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കീപ്പിളിൽ കോറപ്പിസ്കോപ്പച്ച, നമ്മുടെ രൂപതയുടെ പ്രൊക്കുറേറ്റർ ഏറ്റവും പ്രിയപ്പെട്ട ചാക്കോ വെള്ളഞ്ചാലച്ച, നമ്മുടെ ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പ മാത്യൂസ് അറമ്പൻകുടിയിൽ കോറപ്പിസ്കോപ്പച്ച, ബഹുമാനപ്പെട്ട നമ്മുടെ സെമിനാരി ഡയറക്ടറായിരിക്കുന്ന മാത്യു കാര്യവളിൽ കോറപ്പിസ്കോപ്പച്ച, മറ്റ് ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട അൽമായ സുഹൃത്തുക്കളെ, ശ്രേയസ് കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. നമ്മുടെ ബത്തേരി വൈദിക ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഭിമന്യ പിതാവിൻ്റെ സന്ദർശനം വ്യത്യസ്തമായ കാര്യങ്ങളിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു അജപാലന സന്ദർശനം നടത്തുന്ന ദിവസം. പ്രത്യേകിച്ച് നമ്മുടെ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭവനം എന്നുള്ള സ്വപ്ന പദ്ധതിയെക്കുറിച്ച് വിലയിരുത്തുവാനും അതിൻ്റെ പുതിയ പ്രവർത്തന മേഖലകളെക്കുറിച്ച് ചിന്തിക്കുവാനും ആലോചിക്കുവാനുമുള്ള ഒരു ദിവസം. നമ്മുടെ രൂപതയുടെ വ്യത്യസ്തമായ അജപാലന ശുശ്രൂഷകളെക്കുറിച്ച് നമ്മളുടെ ബത്തേരി മേഖലയിലെ അജപാലന ശുശ്രൂഷകളിൽ ഉൾച്ചേരുന്നവരോട് സംസാരിക്കുവാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനുമുള്ള കൂടിവരവ്. അതോടൊപ്പം നമ്മുടെ അഭിമന്യ പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന സുന്ദരമായിട്ടുള്ള ദിവസം. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണിത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഇന്ന് വർക്കിംഗ് ഡേ ഒക്കെ ആണെങ്കിലും നമ്മുടെ ഇടവകളിൽ നിന്ന്
നമ്മുടെ ഇത്രയും ആളുകൾ ഇവിടെ പങ്കുചേരുമ്പോൾ ഒന്നുചേർന്നുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൈക്കാരൻ, കണക്കൻ, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സംഘടന ഭാരവാഹികൾ, ശ്രേയസ് കുടുംബാംഗങ്ങൾ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വൈദികരുടെയൊക്കെ സാന്നിധ്യത്തെ ആദ്യം തന്നെ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയമുള്ളവർ, നമ്മുടെ ഇന്നത്തെ ഈ കുടിവരവിന് ആമുഖ സന്ദേശം നൽകുന്നത് ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ ഏറ്റവും പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ അച്ഛനാണ്. ഈ ദിവസങ്ങളെല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് ഇടയനോടൊപ്പം എന്ന പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചതാണ്. ഓരോ മേഖലയിലും അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ രൂപത കേന്ദ്രത്തിൽ നിന്ന് ടീമംഗങ്ങൾ ചെന്ന് രൂപതയുടെ അജപാലന ശുശ്രൂഷകളെക്കുറിച്ച്, മേഖലയുടെ ശുശ്രൂഷകളെക്കുറിച്ച് വിചിന്തനം ചെയ്യാനും ചർച്ച ചെയ്യാനുമൊക്കെയുള്ള ഒരു സാധ്യത, ഒരു അവസരമായിട്ടാണ് ഇതിനെ ക്രമീകരിച്ചത്. കഴിഞ്ഞ വർഷം അത് വളരെ മനോഹരമായി ഭംഗിയായി ക്രമീകരിച്ചു. രണ്ടാം ഘട്ടം ഈ വർഷം വീണ്ടും ആരംഭിക്കുകയാണ്. ഈ മാസം 30 നമ്മുടെ 10 മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാം പൂർത്തീകരിക്കും. ഇന്നലെ നിലമ്പൂർ, എടക്കര മേഖലകളായിരുന്നു. അവിടെയൊക്കെ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛൻ്റെ കിപ്പിളേശൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ മലങ്കരയിൽ ശുശ്രൂഷ ചെയ്യുന്നു. തുടർന്ന് ഒരുപക്ഷെ അടുത്ത് തന്നെ കത്തീഡ്രൽ ദേവാലയത്തിലേക്കും ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛൻ കടന്നു വരും. അപ്പോൾ നമ്മുടെ മേഖലയുടെ ശുശ്രൂഷകൾ, രൂപതയുടെ ശുശ്രൂഷകളിലൊക്കെ അച്ഛൻ്റെ ഒരു നിറസാന്നിധ്യമുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടെ മോൺസിഞ്ഞോർ അച്ഛൻ എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കുടിവരവിന് കാരണം അഭിവന്ദ്യ പിതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തിലധികമായി നമ്മുടെ രൂപതയുടെ എല്ലാ ശുശ്രൂഷകൾ, അജപാലന ശുശ്രൂഷകൾ, വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക ശുശ്രൂഷകളൊക്കെ വളരെ ശക്തമായി ഇടപെടുകയും നമ്മുടെ ദൈവജനത്തിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയും ഒരുപക്ഷെ ഒപ്പം നടക്കുന്ന ഒരു പിതാവാണ്. അജപാലന മേഖലകളും എല്ലാ തലങ്ങളിലും വളരെ പ്രവർത്തന മേഖല ഒപ്പമായിരുന്നു കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, നല്ല നിർദ്ദേശം കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ് അഭിമന്യ പിതാവ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ സഭാ സമൂഹത്തിന് മാത്രമല്ല, പൊതുസമൂഹത്തിനും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ബത്തേരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾ നിലയ്ക്ക് നമുക്കെല്ലാവർക്കും അറിയാം പിതാവിന് ഈ ഒരു സമൂഹത്തിൽ, വയനാട്ടിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ സാന്നിധ്യം നമ്മളെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ കാണുന്നു. പ്രത്യേകിച്ച് ഇടയനോടൊപ്പം പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുകയും, പ്രത്യേകിച്ച് അഭിമന്യ പിതാവിൻ്റെ നാമഹേതുക തിരുനാളും നമ്മൾ ഈ കുടുംബം ഒന്നിച്ച് ഇന്ന് ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി അഭിമന്യ പിതാവിനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ രൂപതയുടെ പുതിയ പ്രൊക്രേറ്റർ അച്ഛൻ ചാക്കോ വെള്ളംചാലച്ഛൻ അച്ഛൻ വിദേശത്തെ പഠനമൊക്കെ പൂർത്തീകരിച്ച് നമ്മുടെ രൂപതയുടെ സാമ്പത്തിക കാര്യങ്ങളുടെ ശുശ്രൂഷ ഏറ്റെടുത്തിട്ട് കുറച്ച് നാളുകളേ ആയുള്ളൂ. ഒരുപക്ഷെ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അച്ഛൻ വളരെ പ്രഗത്ഭനായ വ്യക്തിയാണ്. സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, നമ്മുടെ സഭാ നിയമത്തിലും കൂടെ അച്ഛന് ഡോക്ടറേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യാം. കൂട്ടായ്മയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മേഖലാ അജപാലന സെക്രട്ടറി ബഹുമാനപ്പെട്ട VP തോമസ് സാറിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ ഒരു മീറ്റിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നത്. സാറിനെ പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരുടെ സാന്നിധ്യം, പ്രത്യേകിച്ച് നമ്മുടെ പുതിയ മൈനസെമിനറിയുടെ പുതിയ റെക്ടറായിട്ട് തിരഞ്ഞെടുത്തിരിക്കപ്പെട്ട മാത്യു കാര്യവെള്ളച്ചനാണ്. അച്ഛൻ പ്രത്യേകിച്ച് അതിനുശേഷം ആദ്യമായിട്ട് ഈ മീറ്റിങ്ങിലേക്ക് വരുന്നതാണ്. അച്ഛനെ വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടു കൂടെ നമ്മുടെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മാത്യു അറമ്പൻകുടിയിൽ കൊറപ്പീസ്കോപ്പ അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. അച്ഛനെയും അതുപോലെ നമ്മുടെ എല്ലാ വൈദികരെയും, ബിന്നിയച്ഛൻ, ജെയിംസ് അച്ഛൻ, ക്രിസ്തുമന്ദിരച്ഛൻ, അതുപോലെ ഒറവക്കലച്ഛൻ, അച്ഛനെ പുതിയതായിട്ട് നമ്മുടെ ചുള്ളിയോട് പള്ളിയിലേക്ക് കടന്നു വരികയാണ് ശുശ്രൂഷയ്ക്ക്. അതുപോലെ അനലച്ഛൻ, അതുപോലെ കോട്ടാനൂരച്ഛൻ, മഠത്തിലച്ഛൻ അടങ്ങുന്ന എല്ലാ അച്ഛന്മാരെയും വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വിവിധ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം ഉണ്ട് ഇവിടെ. എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും വളരെ സന്തോഷത്തോടെ, സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അൽമായ പ്രാതിനിധ്യം പ്രത്യേകിച്ച് നമ്മുടെ മേഖലയിൽ വളരെ സജീവമാണ്. എല്ലാ സംഘടനകളും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. രൂപതയോട് കേന്ദ്രത്തോട് ചേർന്ന് നിൽക്കുന്നതോടൊപ്പം തന്നെ
നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി കൊണ്ടുപോകുന്ന നമ്മുടെ മേഖലാ സംവിധാനത്തിൽ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന അൽമായരുടെ സാന്നിധ്യമാണ്. അത് MCA, MCYM, നമ്മുടെ അമ്മമാരുടെ MF, അതുപോലെ നമ്മുടെ സൺഡേ സ്കൂള്, അതുപോലെ വിൻസെൻ്റ് ഡി പോൾ അടക്കമുള്ള എല്ലാ സംഘങ്ങളും, വളരെ പ്രത്യേകിച്ച് നമ്മുടെ ശ്രേയസ് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം നമ്മുടെ മേഖലയിൽ വളരെ ശക്തമായിട്ട് ശ്രേയസ് പ്രവർത്തിക്കുന്നു. ശ്രേയസിൻ്റെ പ്രവർത്തകരുടെയും യൂണിറ്റ് ഭാരവാഹി, പ്രത്യേകിച്ച് പ്രസിഡന്റുമാരടക്കമുള്ളവരുടെ സാന്നിധ്യം, മേഖലാ കോർഡിനേറ്ററിൻ്റെ സാന്നിധ്യമൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരെയും, നമ്മുടെ എല്ലാ അൽമായ സുഹൃത്തുക്കളെയും, നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്ന നിങ്ങളെല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് ഏറ്റവും ഹൃദ്യമായി എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ആമുഖ സന്ദേശത്തിനായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട മോൺസിഞ്ഞോർ സിനെ ക്ഷണിക്കുന്നു. ബത്തേരി രൂപതാധ്യക്ഷൻ അഭിനന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത തിരുമനസ്, രൂപതയുടെ പ്രൊക്കുറേറ്റർ ബഹുമാനപ്പെട്ട ചാക്കോ വെള്ളാം ചാലച്ചൻ, രൂപതയുടെ ചാൻസലറും ഈ വൈദിക ജില്ലയ്ക്ക് ആത്മീക നേതൃത്വവും നൽകുന്ന പ്രോട്ടോ വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഇടയത്തച്ഛൻ, ബഹുമാനപ്പെട്ട BP തോമസ് സാർ, വന്യ കോറപ്പിസ്കോപ്പാമാരെ, പ്രിയപ്പെട്ട വൈദിക സഹോദരരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ബത്തേരി ഭദ്രാസനത്തിൻ്റെ അൽമായ ശുശ്രൂഷയ്ക്ക് വിവിധങ്ങളായ തലങ്ങളിൽ നിന്നുകൊണ്ട് സഭാ നേതൃത്വത്തിലൂടെ സഭയെ നയിക്കുന്ന മലങ്കര കത്തോലിക്ക സഭ ബത്തേരി ഭദ്രാസനത്തിൻ്റെ ധീരരായ അൽമായ പ്രേക്ഷിതരെ, എല്ലാവർക്കും ഒരു നല്ല സുദിനം ഞാൻ നേരുകയാണ്. ബഹുമാനപ്പെട്ട ഇടയത്തച്ഛൻ സ്വാഗതം ആശംസിച്ച അവസരത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് അച്ഛന് സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനമായും 2 ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ നമ്മളുടെ ഈ കൂടിവരവ്. ഒന്നാമത്, നമ്മുടെ രൂപത വിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ നാമധേയത്വത്തിൽ സമർപ്പിതമായിരിക്കുകയാണ്. നമ്മുടെ രൂപതാ ദിനവും രൂപതയ്ക്ക് ശ്രേഷ്ഠാചാര്യത്വ സ്ഥാനത്തിലൂടെ രൂപതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്യ പിതാവിൻ്റെ നാമഹേതുക തിരുനാളും ഒരു സഭയായി നമ്മൾ ഈ ദിനങ്ങളിലൂടെ ആചരിക്കുന്നു. അതിൻ്റെ സമാപനം എന്നുള്ള നിലയിൽ ദുഃഖാന തിരുനാൾ ദിവസമായ ജൂലൈ 3-ാം തീയതി നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നമ്മൾ ആചരിക്കുവാനായിട്ട് പോകുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഭിനന്യ പിതാവിൻ്റെ ഈ തിരുനാൾ ആഘോഷത്തെ ദിവസത്തിൽ ബത്തേരി മേഖലയിലെ വിവിധങ്ങളായ ഇടവകളിൽ വലിയ ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നവരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ സഭാ ശുശ്രൂഷകളെ കുറിച്ച് അതിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ അർത്ഥങ്ങളിലും നിന്നുകൊണ്ട് നമ്മൾക്ക് ചിന്തിക്കുവാനും വിലയിരുത്തുവാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനുമായിട്ടുള്ള ഒരു അവസരവും ദിവസവുമായിട്ട് നമ്മളെ ഈ കൂടിവരവിനെ കാണുമ്പോൾ ഈ ദിവസം എന്തുകൊണ്ടും അർത്ഥവത്തായ ഒരു ദിനമായി കാണുകയാണ്. ആദ്യമേ തന്നെ രൂപതാ ദിനവും ഒപ്പം അഭിനന്യ പിതാവിൻ്റെ നാമഹേതുക തിരുനാളും നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഏവരുടെയും പേരിൽ അഭിനന്യ പിതാവിന് നാമഹേതുക തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആയുരാരോഗ്യങ്ങളും ഏവരുടെയും പേരിൽ കൃത്യമായിട്ട് ഞാൻ നേരുകയാണ്. ബത്തേരി ഭദ്രാസനത്തെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് കൂലങ്കഷമായിട്ട് ചിന്തിക്കുമ്പോൾ വയനാടിൻ്റെ ചരിത്രത്തിൽ ബത്തേരി ഭദ്രാസനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വയനാടിൻ്റെ ചരിത്രം എഴുതി പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കുകയില്ല.
വയനാടിൻ്റെ ആത്മീയവും ഭൗതികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ എല്ലാ തലങ്ങളിലും ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ ഈ നാടിൻ്റെ സമസ്ത മക്കളെയും ഹൃദയത്തിൽ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് 1979 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ പ്രേക്ഷിത യാത്ര ആരംഭിച്ച ഈ ഭദ്രാസനം നമ്മളുടെ ഈ ജില്ലയ്ക്ക് എന്ന് മാത്രമല്ല നമ്മുടെ 10 വൈദിക ജില്ലകൾക്കും അതോട് ചേർന്ന് നിൽക്കുന്ന സമസ്ത വ്യക്തികൾക്കും വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചിട്ടുണ്ട്. അതിന് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കാം. ഈ മഹത്തായ ജീവിതപാതയിലേക്ക് നമുക്ക് കൈക്ക് പിടിച്ചു നിർത്തുവാനും നമ്മൾക്ക് പ്രചോദനമായി നമ്മെ നയിച്ച നമ്മളെ പുണ്യപ്പെട്ട പിതാക്കന്മാരെയും മൺമറഞ്ഞു പോയതായ നമ്മളുടെ വൈദിക സന്യസ്ത അൽമായ പ്രേക്ഷിതരെയും ഈ നിമിഷം നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസേലിയോസ് പിതാവ് 1979 ഫെബ്രുവരി മാസം 2-ാം തീയതി ബത്തേരി ഭദ്രാസനത്തിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും അവസ്ഥാവിശേഷങ്ങൾ കൊണ്ടും നിറഞ്ഞു നിന്ന ഈ മണ്ണിനെ, ഈ മലബാറിൻ്റെ പ്രദേശത്തെ തൻ്റെ ശ്രേഷ്ഠാചാര്യത്വ ശുശ്രൂഷയുടെ അനന്തരഫലമായിട്ട് സമൂഹത്തിലും സഭയിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മയായി ഒരു പ്രദേശത്തെ ഉയർത്തുവാനായിട്ട് നമുക്ക് ലഭ്യമായിരുന്ന ശുശ്രൂഷകൾ എത്ര വലുതായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നമ്മൾക്കറിയാം. അത് മലങ്കര കത്തോലിക്കാ സഭയുടെ മക്കൾ മാത്രമല്ല സാക്ഷ്യപ്പെടുത്തുന്നത്, ഇവിടെയുള്ള സമസ്ത സഹോദര സഹോദരിമാരും അഭിനന്ദനായ സിറിൽ ബസേലിയോസ് പിതാവ് ഈ സഭയിലൂടെ ഇട്ടു തന്നതായ അടിത്തറയും വളർത്തിയെടുത്തതായ പ്രസ്ഥാനങ്ങളുടെ മഹത്വവും അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ്. അഭിനന്ദനായ പിതാവിന് ശേഷം ഗീവർഗീസ് മാർ വെന്നാസ്യോസ് മെത്രാപ്പോലീത്ത തൻ്റെ തപസ്യയിൽ ഊന്നി നിന്ന ജീവിതത്തിലൂടെ സമസ്ത മക്കളെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു താപസ ശ്രേഷ്ഠനായി പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ രംഗങ്ങളിലൂടെ നമ്മളുടെ രൂപതയ്ക്ക് നല്ല അടിസ്ഥാനമിട്ടു, അടിത്തറയിട്ടു. ബസേലിയോസ് തിരുമേനിയെ നിർത്തിയിടത്തു നിന്നും വളരെ ദൂരം മുന്നേക്ക് ഈ രൂപതയെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഭാഗ്യസ്മരണാർഹനായ ദിവന്യാസ്യോസ് മെത്രാപ്പോലീത്തായെ ദൈവം ഇടയാക്കി. പിതാവിന് ശേഷം കഴിഞ്ഞ 14 വർഷം കൊണ്ട് ഈ ബത്തേരി ഭദ്രാസനത്തിന് അല്ല, ഈ ബത്തേരി ഭദ്രാസനം ഉൾക്കൊള്ളുന്നതായ ഈ പ്രാന്തപ്രദേശം മുഴുവനും, ഈ മലബാറിൻ്റെ മണ്ണ് മുഴുവനും ഓരോ മേഖലയിലും ദൈവത്തിൻ്റെ വലിയ കരുണയാൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ആചാര്യ ശ്രേഷ്ഠനെയാണ് പരിശുദ്ധാത്മാവായ ദൈവം ബത്തേരി ഭദ്രാസനത്തിന് നൽകിയിരിക്കുന്നത്. സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഇനിയും ഏതെല്ലാം മേഖലകളുണ്ടോ അവിടെയെല്ലാം ഈ വയനാടിൻ്റെ മലബാറിൻ്റെ ഒരു സ്വരമായി അഭിനന്ദനായ തോമസ് തിരുമേനിയെ നമ്മുടെ തമ്പുരാൻ കർത്താവ് അനുഗ്രഹിച്ച് പിതാവിലൂടെ, പിതാവ് മാത്രമല്ല ബത്തേരിയുടെ ഈ അഭിമാന മക്കളെല്ലാവരും സന്തോഷിക്കുമ്പോൾ പിതാവിൻ്റെ ഫീസ്റ്റ് നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ആഘോഷിക്കേണ്ടത്? ഈ സഭയുടെ, ഈ മക്കളുടെ ഒരു ജന്മാവകാശം പോലെ ഞാൻ ഇതിനെ കാണുകയാണ്. നമ്മളുടെ ദൗത്യം
നമ്മളുടെ ഉത്തരവാദിത്വം ദൈവം ബത്തേരി ഭദ്രാസനത്തിന് നൽകിയ ഈ ദാനത്തെ അഭിനന്ദ പിതാവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ നന്മയെ പ്രകീർത്തിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒപ്പം ആയുരാരോഗ്യത്തോടുകൂടെ സഭയ്ക്ക് തുടർന്നും ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇടയാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കൈവന്നിരിക്കുന്ന ഈ നല്ല ദിവസത്തിൽ അഭിനന്ദ പിതാവിന് എല്ലാവിധമായ നന്മയും ഞാൻ ആശംസിക്കുകയാണ്. പിതാവ് തുടങ്ങി വെച്ചിട്ടുള്ളതായ പ്രസ്ഥാനങ്ങൾ മലങ്കര കത്തോലിക്ക സഭയുടെ മക്കളെക്കാളും എല്ലാം ഉപരിയായിട്ട് അക്രൈസ്തവരും അകത്തോലിക്കരുമായ സഹോദര സഹോദരിമാര് വളരെ സസൂക്ഷ്മതയോടുകൂടെ വീക്ഷിക്കുകയാണ്. വയനാട്ടിൽ നമുക്ക് കിട്ടുന്ന പത്രങ്ങൾ വായിച്ചാൽ ഏത് പത്രം നോക്കിയാലും എല്ലാ പത്രത്തിലും എവിടെയെങ്കിലും ഒരു ചെറിയ കോളത്തിലെങ്കിലും അഭിനന്ദ പിതാവിൻ്റെ നാമം രേഖപ്പെടുത്താതെ പോകുന്ന ഒറ്റ ദിവസം പോലും കാണുകയില്ല. എല്ലാ ദിവസങ്ങളിലെയും പത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സാമൂഹികമായ വിഷയങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ സാംസ്കാരികമായ വിഷയങ്ങളിലായിരിക്കാം, വിദ്യാഭ്യാസപരമായ വിഷയങ്ങളിലായിരിക്കാം, ഇന്നത്തെ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നേർന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിലായിരിക്കാം. അവിടെയെല്ലാം പിതാവിൻ്റെ നിറസാന്നിധ്യവും ഇടപെടലുകളും ഉചിതമായ തീരുമാനം കൈക്കൊള്ളലുമൊക്കെ ഈ പൊതുസമൂഹം വളരെ സൂക്ഷ്മതയോടുകൂടെ വീക്ഷിക്കുകയും അത് പത്രത്താളുകളിലൂടെ കാണുകയും ചെയ്യുമ്പോൾ പിതാവെന്ന് മാത്രമല്ല, പിതാവിലൂടെ ഈ ബത്തേരി ഭദ്രാസനം അഭിമാനം കൊള്ളുകയാണ്. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നതിൻ്റെ മറ്റൊരു പ്രസക്തി നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഇടയത്തച്ഛൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, എല്ലാവർക്കും ഭവനം, എല്ലാവർക്കും ഭൂമി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ എടക്കര നിലമ്പൂർ മേഖലയിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മാനുഷികമായ ചിന്ത ആയിരുന്നില്ല, ഇതൊരു മാനുഷികമായ ചിന്തയായിരുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ശ്രേയസിൻ്റെ ഓഡിറ്റോറിയത്തിൽ ബത്തേരി ഭദ്രാസനത്തിൻ്റെ അൽമായ സമ്മേളനം കൂടുമ്പോൾ, നമ്മൾ പ്രാദേശിക നമ്മുടെ രൂപത അൽമായ സമ്മേളനം കൂടുമ്പോൾ നമ്മുടെ അൽമായരുടെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് ഈ ഒരു ആശയം മുമ്പോട്ട് വെച്ചു. ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ ഭദ്രാസനത്തെ സമസ്ത മേഖലകളിലും അനുഗ്രഹിച്ചിട്ടുണ്ട്. തമ്പുരാന്റെ കൈവെപ്പ് സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ വൈകിയ വേളയിൽ നമ്മളൊരു സഭയായിട്ട് ചിന്തിക്കണം. നമ്മുടെ ഭദ്രാസനത്തിൽ സ്വന്തമായിട്ട് ഒരു ഭവനമില്ലാത്ത മക്കൾ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് മറ്റാരേക്കാളും ഉപരിയായിട്ട് നമ്മളെ ഭദ്രാസനം മുന്നോട്ട് വരണമെന്നുള്ള ഒരു ചിന്ത മുമ്പോട്ട് വെച്ചു. അഭിനന്ദനായ തോമസ് തിരുമേനി ആ ചിന്തയെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും വിലയിരുത്തലുകളുടെയും വിഷയമാക്കി അത് മാറ്റിയപ്പോൾ അഭിനന്ദ പിതാവ് അതിനോട് കൂട്ടിച്ചേർത്തു, ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, സ്ഥലമില്ലാത്തവർക്ക് 5 സെന്റ് സ്ഥലമെങ്കിലും അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ മറ്റൊരർത്ഥം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചത്, സ്വന്തമായി മേൽവിലാസം ഇല്ലാത്തവന് ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുക. ഒരു മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറയുന്നതാണ് എനിക്ക് സ്വന്തമുണ്ട്. ഒരു 50 പൈസയുടെ പോസ്റ്റൽ കാർഡിൽ എൻ്റെ അഡ്രസ്സ് എഴുതി എനിക്കൊരു മെസ്സേജ് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചാൽ എൻ്റെ മേൽവിലാസത്തിൽ കെട്ടത്തക്ക വിധത്തിൽ എനിക്ക് സ്വന്തമായിട്ടൊരു മേൽവിലാസം ഉണ്ടാകണം. ഒരു മേൽവിലാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു ഭവനവും എനിക്ക് എൻ്റേതായ ഒരു 5 സെന്റ് 1 സെന്റ് സ്ഥലവുമെങ്കിലും സ്വന്തമായിട്ട് വേണം. പിതാവ് ചിന്തിച്ചു,
എൻ്റെ രൂപതയിൽ മേൽവിലാസമില്ലാത്ത മക്കൾ ഉണ്ടാകുവാനായിട്ട് പാടില്ല. എല്ലാവർക്കും മേൽവിലാസം ഉണ്ടാകണം. ആയതിനാൽ അവർക്ക് ഒരു സ്വന്തമായ ഭവനം, സ്വന്തമായ 5 സെന്റ് സ്ഥലം നമ്മൾക്ക് നൽകാം. അതൊരു സഭയായിട്ട് നമുക്ക് ഈ ഒരു ഉദ്യമത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ സ്വർഗത്തിൻ്റെ വലിയ അനുഭവം, സ്വർഗത്തിൻ്റെ വലിയ നന്മ നമ്മുടെ ഭദ്രാസനത്തിന് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധ്യമാകും. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നൽകിയതായ ആ ചിന്ത, ആ ദൈവികമായ ചിന്തയോട് നമ്മൾ ഹൃദയം കൊണ്ട് ഉൾച്ചേരുമ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും. തമ്പുരാൻ കർത്താവിന് തൻ്റെ ചുറ്റും കൂടിയ ജനസമൂഹത്തെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഈ മക്കൾക്ക് ഭക്ഷിക്കുവാൻ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? എനിക്ക് ഇവരോട് അനുകമ്പ തോന്നുന്നു. എനിക്ക് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ മക്കളോട് അനുകമ്പ തോന്നുന്നു. നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത്? അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് മക്കൾക്ക് കൊടുക്കുവാനായിട്ടുള്ള അപ്പവും മീനുമൊന്നും അവർ ഒരുമിച്ച് അവർ കൂട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഞങ്ങളുടെ കയ്യിൽ ഏതാനും മീനുണ്ട്, ഏതാനും അപ്പമുണ്ട്, ഉള്ളത് മതി, അത് നിങ്ങൾ സമർപ്പിക്കുക. അത് പരിപൂർണമായിട്ട് സമർപ്പിച്ചപ്പോൾ അവിടെയുള്ളവർക്ക് മുഴുവനും ആവശ്യത്തിനധികം ഭക്ഷിക്കുവാനും അധികമെന്നവ കുട്ടയിൽ ശേഖരിക്കുവാനും സാധിക്കത്തക്ക നിലയിൽ അത് സമൃദ്ധമായിട്ട് വന്നു. അഭിമന്യ പിതാവ് പ്രാർത്ഥനാപൂർവം തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ഭവന പദ്ധതി മാനുഷികമായ ബുദ്ധിയിൽ നിന്നുകൊണ്ടും മാനുഷികമായ ചിന്തയിൽ നിന്നുകൊണ്ടും നമ്മൾ കണക്ക് കൂട്ടിയാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം 200-ൽ പരം ഭവനങ്ങൾ പണിയണം. അത്രയും പേർക്ക് 5 സെന്റ് സ്ഥലമെങ്കിലും നമ്മൾ കൊടുക്കണം. മാനുഷികമായിട്ടുള്ള ബുദ്ധിയിൽ അത് ചിലപ്പോൾ പ്രയാസമായിരിക്കും. ഇവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഈ മക്കളോട് അനുകമ്പ തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? നിങ്ങളത് സമർപ്പിച്ചാൽ ഇവിടെ അത്ഭുതം നടക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്നും. പിതാവ് സധൈര്യം നമ്മളുടെ ഈ ഒരു ശുശ്രൂഷയെ ബത്തേരി ഭദ്രാസനത്തിന് വേണ്ടി, മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പിതാവ് ഏറ്റെടുത്തു, അത് സമർപ്പിച്ചു. എന്തുകൊണ്ടാണ് ഇത്? പരിശുദ്ധാത്മാവായ ദൈവം, സ്വർഗത്തിൻ്റെ ദൈവം വെളിപ്പെടുത്തിയ ഒരു സ്വർഗീയ രഹസ്യമാണ് എന്ന് പറയുവാൻ എനിക്കുണ്ടായ ബോധ്യമെന്നുകൂടെ ഞാൻ വെളിപ്പെടുത്താം. കേരള കത്തോലിക്ക സഭയിൽ ബത്തേരി ഭദ്രാസനമാണ് ആദ്യമായി എല്ലാവർക്കും ഭവനം എന്നുള്ള ഈ ചിന്ത സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ഇരിക്കുന്ന വൈദികർക്കും നമ്മുടെ അൽമായ സഹോദരങ്ങൾക്കും അറിയാം, 2 വർഷം മുമ്പ് നമ്മുടെ പാസ്റ്റർ കൗൺസിൽ വന്ന ഈ ചിന്തയെ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് തലശ്ശേരി രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യനായ ജോസഫ് മാർ പാംപ്ലാനി പിതാവിനെ നമ്മുടെ സഭയുടെ ശ്രേഷ്ഠ ഒരു അതിഥിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് പാംപ്ലാനി പിതാവിനെയും കൊണ്ടാണ് നമ്മുടെ ഈ ഭവന പദ്ധതി നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന സമ്മേളനത്തിൽ പാംപ്ലാനി പിതാവ് അഭിമന്യ പിതാവിനോടും നമ്മളോടും പറഞ്ഞ ഒരു വാചകം എൻ്റെ ഹൃദയത്തിൽ തങ്ങിക്കിടപ്പുണ്ട്. പിതാവ് പറഞ്ഞു, ഞാനിത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത് എനിക്ക് ഒരു വലിയ വെല്ലുവിളിയായി പോയല്ലോ. ഞാൻ ഈ ദൗത്യം ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത് എനിക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കുന്നു. സീറോ മലങ്കര കത്തോലിക്ക സഭയിൽ എന്ന ബത്തേരി ഭദ്രാസനം ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ, ഇത് ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഭദ്രാസനത്തിലും ഞാൻ തത്തുല്യമായിട്ടുള്ള കർമ്മപദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല എങ്കിൽ അത് എൻ്റെ തമ്പുരാനോട് ഞാൻ വരുത്തുന്ന ഒരു വീഴ്ചയായിരിക്കും. അതുകൊണ്ട് ഈ വെല്ലുവിളി
എൻ്റെ രൂപതയിലും ഏറ്റെടുക്കുവാനായിട്ട് ഞാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിനന്ദനായ പാമ്പ്ളാൻ്റെ തിരുമേനി നമ്മുടെ രൂപതയിൽ ഈ കർമ്മത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ബത്തേരി ഭദ്രാസനത്തിൽ നിന്നും എല്ലാവർക്കും ഭവനം, എല്ലാവർക്കും ഭൂമി എന്നുള്ള ആ നാം കത്തിച്ചു വെച്ചതായ ഈ പ്രകാശ ഗോപുരത്തിൽ നിന്നും തിരിയും കത്തിച്ചുകൊണ്ട് അഭിനന്ദനായ പാമ്പ്ളാനി തിരുമേനി തലശ്ശേരി രൂപതയിലേക്ക് പോയി അദ്ദേഹം നാം ആവിഷ്കരിച്ചതായ ഈ പദ്ധതി അദ്ദേഹത്തിൻ്റെ രൂപതയിലും ആവിഷ്കരിച്ചു. ഇന്ന് അത് കർമ്മപഥത്തിൽ വളരെയേറെ മുന്നേറിക്കൊണ്ട് ഇരിക്കുകയാണ്. തീർന്നില്ല. 1.5 വർഷം മുമ്പ് നമ്മളെ തൊട്ട് അയൽപക്ക രൂപതയായ മാനന്തവാടി രൂപതയുടെ ജൂബിലി ആഘോഷവേളയിൽ നമ്മളുടെ പിതാവായിരുന്നു അവിടുത്തെ പ്രധാന പ്രാസംഗികനായിട്ട് ഉണ്ടായിരുന്നത്. നമ്മളുടെ പിതാവ് തൻ്റെ പ്രസംഗ വേളയിൽ മാനന്തവാടി രൂപതയോട് ഓർമ്മപ്പെടുത്തി അഭിനന്ദനായ പാമ്പ്ളാനി തിരുമേനി ബത്തേരി ഭദ്രാസനത്തിൽ വന്ന് ഈ ഒരു മഹത്തായ കർമ്മത്തിന് അവിടെ തുടക്കം കുറിച്ചു. ബത്തേരിയിൽ നിന്നും വലിയ ദൂരമല്ലാത്ത മാനന്തവാടി രൂപതയ്ക്കും തത്തുല്യമായിട്ടുള്ള പ്രേക്ഷിത ശുശ്രൂഷ ഏറ്റെടുത്താൽ നമ്മുടെ മലബാറിൽ ഭവനമില്ലാത്തതായ ഒറ്റ മക്കൾ പോലും ഉണ്ടാവുകയില്ല, നമ്മൾക്ക് ഒരുമിച്ച് ചേരുകയല്ലേ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മാനന്തവാടി രൂപതാധ്യക്ഷനും രൂപതയും അഭിനന്ദ പിതാവ് നൽകിയ ആഹ്വാനം അവർ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മാനന്തവാടി രൂപതയിലും ഈ പ്രവർത്തനം ആരംഭിച്ചു. തീർന്നില്ല. അഭിനന്ദനായ തോമസ് പിതാവ് KCBCയുടെ മീറ്റിങ്ങിന് എറണാകുളം പാലാരിവട്ടത്ത് സമ്മേളിച്ചപ്പോൾ കേരള കത്തോലിക്ക സഭയിലെ എല്ലാ മെത്രാച്ചന്മാരോടും മലബാറിലെ നമ്മൾ ഈ 3 ഞാൻ സൂചിപ്പിച്ചതായ രൂപതകൾ തത്തുല്യമായ പ്രവർത്തന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആശയം പങ്കുവച്ചപ്പോൾ മറ്റ് രൂപതാധ്യക്ഷന്മാർ ചോദിച്ചു, ഇത് സാധ്യമാകുമോ? ഇതൊരു വലിയ വെല്ലുവിളി അടങ്ങിയ കാര്യമല്ലേ? എത്രമാത്രം നമുക്കിത് പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധ്യമാകും? അഭിനന്ദനായ തോമസ് തിരുമേനി അത് KCBCയിൽ അത് കൃത്യമായ നിലയിൽ അതിനെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കേരള കത്തോലിക്ക സഭയിലെ എല്ലാ മെത്രാച്ചന്മാരും കൈയടിച്ച് സ്വീകരിച്ചുകൊണ്ട് എല്ലാ രൂപതകളിലും അത് പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചു. പാലാ രൂപതയൊക്കെ വളരെയധികം മുന്നേറിക്കഴിഞ്ഞു. ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത് ബത്തേരി ഭദ്രാസനത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ ആത്മായ സഹോദരങ്ങളിലൂടെ ഈ സഭയ്ക്ക് വേണ്ടി നൽകിയതായ സന്ദേശം ബത്തേരി രൂപതയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല, മറിച്ച് കേരള കത്തോലിക്ക സഭയ്ക്കും ഭാരത സഭയ്ക്കും ഒരു വലിയ മാതൃകയായി ജീവിക്കുന്ന സുവിശേഷം തന്നെ മക്കളുമായിട്ട് പങ്കുവെക്കുന്നതിനുള്ള ഒരു വലിയ വേദിയായിട്ട് ഈ ഭവന പദ്ധതിയെ ദൈവം കണ്ടു. ഇനിയും ദൈവം തമ്പുരാന്റെ സ്വർഗീയ പദ്ധതിയാണെങ്കിലും എൻ്റെ ആശങ്കയും കൂടെ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. നമ്മളിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച് ഇതര രൂപതകൾ ബത്തേരി ഭദ്രാസനത്തിൽ നിന്നും തിരിതെളിച്ചും കൊണ്ട് അവരവരുടെ ഭദ്രാസനങ്ങളിൽ ഈ കർമ്മപദ്ധതി ആരംഭിച്ചിരിക്കുന്നു എങ്കിൽ ഞാൻ പറയും നമ്മളെക്കാളും ബഹുദൂരം അവര് ഓടിക്കഴിഞ്ഞിരിക്കുന്നു. ബത്തേരി ഭദ്രാസനത്തെക്കാൾ ബഹുദൂരം ഈ ഭദ്രാസനങ്ങൾ, ഈ കേരള സഭ ഈ ഉദ്യമവുമായി ഓടിയിരിക്കുന്നു. ബത്തേരി ഭദ്രാസനം തീരെ പുറയിലാണ് എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും മറ്റുള്ളവർക്ക് പ്രചോദനമായി തീർന്ന ഈ രൂപത അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതാണ് എൻ്റെ മനസ്സിലുള്ള ആകുലത. ഈ ആകുലത എനിക്ക് മാത്രമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന വൈദിക സഹോദരങ്ങൾക്കും ആത്മായ സഹോദരങ്ങൾക്കും എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ആകുലത കാണും.
ഈ ആകുലതയുമായിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ ആകുലതയ്ക്ക് പ്രതിവിധി കണ്ടെത്തുക എന്നുള്ള ഒരു ആഗ്രഹവും ഒരു ശ്രമവും ഒരു സഭയായിട്ട് നമ്മളുടെ മുൻപിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ബത്തേരി മേഖലയിലെ ഇടവകളിലെ ഏറ്റവും ശക്തരും ധീരരുമായ ആത്മായ സഹോദരങ്ങളാണ്, സന്യസ്തരാണ്, വൈദികരാണ്. നമ്മളിലൂടെയാണ് നമ്മളുടെ ഇടവകയും നമ്മളുടെ മേഖലയും ഇവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു തീരുമാനമെടുക്കണം. നമ്മളെ ഇടവകളിൽ ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ രൂപതയ്ക്ക് ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നതായ നിമിഷം വരെയും മറ്റുള്ള പദ്ധതികളൊക്കെ ഏതൊക്കെയാണെങ്കിലും പ്രൈമറി ഇമ്പോർട്ടൻസ്, ആദ്യത്തെ നമ്മളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് തന്ന അഭിമന്യ പിതാവിനിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ പദ്ധതി, അത് ദൈവത്തിന് പ്രീതികരമായ നിലയിൽ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഏതെല്ലാം തലത്തിൽ നമ്മൾക്ക് ഇടപെടാൻ സാധ്യമാകുമോ, ഏതെല്ലാം തരത്തിൽ നമുക്ക് അതിൽ ഉൾച്ചേരുവാൻ സാധ്യമാകുമോ, അതിൽ നമ്മൾ ഉൾച്ചേരണം. പിതാവ് എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു നിയോഗത്തിൻ്റെ പേരിൽ ആരോടും നിർബന്ധിച്ച് പിരിവ് മേടിച്ചേക്കരുത്. ആരോടും നിർബന്ധിച്ച്, ഇത് പരിശുദ്ധാത്മാവായ ദൈവം നമ്മൾക്ക് തോന്നിപ്പിക്കണം. ഞാൻ എൻ്റെ ഭവനത്തിൽ 3 നേരവും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് വാസയോഗ്യമായ നല്ല ഭവനത്തിൽ ഞാൻ കഴിയുന്നു. ഇതാ എൻ്റെ രൂപതയിൽ, എൻ്റെ മേഖലയിൽ തല ചായ്ക്കുവാൻ ഇടമില്ലാത്ത ഇത്ര കുടുംബങ്ങളുണ്ടല്ലോ. 3 നേരവും ഭക്ഷണം കഴിക്കുവാൻ സാധിക്കാത്ത ഇത്ര മക്കളുണ്ടല്ലോ. അവരോട് എനിക്കുള്ള എൻ്റെ അനുകമ്പ എന്താണ്? ഞാൻ നിലമ്പൂർ ഇടക്കര മേഖലയിൽ ഞാൻ അവരോട്, പിതാവ് മാറ്റി പറഞ്ഞുകൊള്ളൂ, എങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം, ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 100-150 രൂപ എങ്കിലും ഈ ഒരു ഭവന പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റാത്ത കുടുംബങ്ങൾ നമുക്കിവിടെ ഉണ്ടോ? ഒരു 100-150 രൂപ നമ്മൾ മാറ്റിവെക്കാൻ ഒരു മാസം, ഒരു ദശാംശം എന്നുള്ള നിലയിൽ നമ്മളിത് കാണുക. ഒരു 150 രൂപ നമ്മൾ മാറ്റിവെച്ചാൽ ഒരു വർഷമാകുമ്പോൾ 1800 രൂപയെങ്കിലും നമുക്ക് കിട്ടും. എല്ലാ കുടുംബങ്ങളും ഇതൊരു ശുശ്രൂഷയായിട്ട്, ഒരു ദൈവത്തിനുമുൻപാകെയുള്ള ഒരു സമർപ്പണമായിട്ട് നമ്മൾ എടുത്താൽ 1800 രൂപ, 2000 രൂപ മിനിമം ഒരു കുടുംബത്തിൽ നിന്ന് നമുക്ക് ഒരു വർഷം കണ്ടെത്താൻ സാധിക്കും. ഞാൻ അവരോട് പറഞ്ഞത്, അടുത്ത വർഷവും ദൈവം അനുഗ്രഹിച്ചാൽ ഇതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. അഭിമന്യ പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ നമ്മൾ ആഘോഷിക്കുവാനായിട്ട് വരുമ്പോൾ പള്ളിയുടെ ഡിപ്പോസിറ്റിൽ കിടക്കുന്ന ഡിപ്പോസിറ്റിൽ നിന്ന് 5000-10,000 രൂപയുടെ ചെക്ക് എഴുതിക്കൊണ്ട് വരിക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഓരോ കുടുംബത്തിൽ നിന്നും പിതാവേ എൻ്റെ ദശാംശം ഈ ഒരു ഭവന പദ്ധതിയിലേക്ക് ഇത്രയാണ് എന്ന് പറഞ്ഞ് ഒരു കവർ കൊടുക്കുവാൻ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും സാധ്യമാകണം. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനാണ്, ഞാൻ ഇടക്കരക്കാരോട് ചോദിച്ചു, തമ്പുരാൻ കർത്താവ് അനുഗ്രഹിച്ച് നമുക്ക് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. മുമ്പിലിരിക്കുന്ന വൈദികർക്കൊക്കെ അറിയാം, ബസേലിയസ് തിരുമേനി ഇവിടെ കടന്നു വരുന്ന സമയത്ത് നമുക്ക് ഒരു ഡിഗ്രി പഠിച്ച, ഒരു TTC പഠിച്ച, ഒരു B.Ed പഠിച്ച ആത്മായ മലങ്കരക്കാരില്ലായിരുന്നു ഇവിടെ. ഒറ്റയാൾ പോലും ഇല്ലായിരുന്നു. നമ്മുടെ സ്കൂളുകളിലെ കോളേജുകളിൽ എവിടെയെങ്കിലും ജോലി കൊടുക്കുവാനായിട്ട് ജോലിക്കുള്ള അവസരമുണ്ട്. പക്ഷെ ഒരു TTC-യും ഡിഗ്രിയും B.Ed-ഉം പഠിച്ച ഒറ്റ മക്കൾ പോലും ഇല്ലായിരുന്നു. ഇന്ന് നമ്മൾ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു എങ്കിൽ തമ്പുരാനെ അനുഗ്രഹിച്ച് നമുക്കുള്ള ചുറ്റുപാടുകൾ, സാധ്യതകൾ, സാഹചര്യങ്ങൾ ഒക്കെയും ദൈവം തമ്പുരാൻ നമുക്ക് തന്നു. ഇതെല്ലാം
ദൈവത്തിൻ്റെ ദാനമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ദൈവം തന്നിരിക്കുന്ന ഈ കൃപയിൽ നിന്ന് അപരനോട് കരുണ കാണിക്കുവാൻ നമ്മൾ മനസ്സാകണം. അതുകൊണ്ട് ഞാൻ ഇടക്കരക്കാരോട് ചോദിച്ചൊരു കാര്യം, ദൈവം നമുക്കെല്ലാം തന്നിട്ടില്ലേ? എല്ലാം തന്നിട്ടുണ്ട്. ജോലി തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, നല്ല ജീവിതസഖിയെ തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമുക്കില്ലാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഇതാ, കൊടുക്കാനുള്ള മനസ്സില്ല. ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കൊടുക്കാനായിട്ടുള്ള മനസ്സ് മാത്രം നമുക്ക് തന്നിട്ടില്ല. മാർത്തോമാ ശ്ലീഹായോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാർത്തോമാ ശ്ലീഹായെ, സ്വർഗീയ മധ്യസ്ഥ യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഭദ്രാസനത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ്. ഞങ്ങളുടെ പാവപ്പെട്ട മക്കൾക്ക് ഞങ്ങളാൽ കഴിയുന്ന നന്മ ചെയ്യുവാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണേ. ബാക്കിയുള്ളതെല്ലാം തന്നിട്ടുണ്ടല്ലോ, ഇനി അതിൻ്റെയും കൂടെ കുറവേ ഞങ്ങൾക്കുള്ളൂ. ആ ഒരു നല്ല മനസ്സും കൂടെ തന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന രൂപതാധ്യക്ഷനിലൂടെ ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ കർമ്മ പദ്ധതി സഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും ഒരു വലിയ മുതൽക്കൂട്ടായി സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേ എന്ന് തോമാസ് ശ്ലീഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനമായി നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ടീം അംഗങ്ങളാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. അവരോടുകൂടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ച് നിർത്തിക്കൊള്ളാം. നമ്മുടെ പള്ളികളിലൊക്കെ വളരെ സാഘോഷമായിട്ട് നമ്മൾ പെരുന്നാളുകൾ കൊണ്ടാടും. വളരെ സാഘോഷമായിട്ട് പെരുന്നാൾ തുടങ്ങും. ഒരു കാര്യം, നമുക്ക് ഈ ചെണ്ടക്കാരനും വെടിപൊട്ടിക്കുന്നവനും ഈ മേളക്കാരനും ഇവനൊക്കെയുള്ള നമ്മുടെ ആൾക്കാരുടെ സ്തോത്രകാഴ്ചയും സമർപ്പണവും കൊണ്ടുപോയി അവൻ ദൂർത്ത് കളിക്കാൻ ഇടയാക്കാതെ അടുത്ത 2 വർഷത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോജക്റ്റ് തീരുന്ന സമയം വരെയും ആർഭാടമായിട്ടുള്ള ചില പള്ളികളിലെ പെരുന്നാളിന് അവരുടെ രഥമൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട് എങ്കിൽ 1, 1.5, 2 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് രഥമുണ്ടാക്കി ഇവിടുന്ന് ഒരു പ്രൊസഷൻ പോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് പോകുന്നത്. ഒരു പെരുന്നാൾ കഴിയുമ്പോൾ പെരുന്നാളിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ 2.5, 3, 3.5 ലക്ഷം രൂപയാണ് നമ്മുടെ പെരുന്നാളിന് വേണ്ടി നമ്മൾ കളയുന്നത്. പെരുന്നാൾ വേണ്ട എന്നുള്ളതല്ല, അർത്ഥത്തിൽ ആത്മീകമായ നിറവിൽ നല്ല വിശുദ്ധ കുർബാനയും സുവിശേഷ പ്രസംഗവും ധ്യാനവും ഒക്കെ കൊടുത്ത് നമ്മൾ ഇടവകയുടെ പെരുന്നാൾ നടത്തുക. അനാവശ്യമായ ആർഭാടങ്ങളും പരിപാടികളും നമ്മൾ ഈ പ്രോജക്റ്റ് തീരുന്നത് വരെ ഉള്ള സമയമെങ്കിലും നമ്മൾ നിർത്തിവെച്ച് നമ്മൾ സ്വരൂപിക്കുന്ന ഈ ചില്ലിക്കാശുകൾ നമ്മളെ ഈ ഒരു സതുദ്ദേശത്തിലേക്ക് ലഭ്യമാകുമ്പോൾ, പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പദ്ധതി നമുക്ക് നമ്മുടെ ഭദ്രാസനത്തിൽ പൂർത്തീകരിക്കുവാനായിട്ട് സാധ്യമാകും. ഞാൻ എൻ്റെ വാക്കിനെ ഞാൻ ഉപസംഹരിക്കുകയാണ്. നല്ലവനായ ദൈവം വിശുദ്ധനായ തോമാസ് ശ്ലീഹായുടെ സ്വർഗീയ മധ്യസ്ഥത്തിൻ്റെ ശക്തിയാലും യോഗ്യതയാലും നമ്മളുടെ ഭദ്രാസനത്തെ അനുഗ്രഹത്തോടുകൂടെ നയിക്കട്ടെ. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉദ്യമം ഈ സമൂഹത്തിന് മുഴുവനും ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ അഭിമന്യ പിതാവിനും തോമസ് നാമധാരികളായ നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് സാറിൻ്റെയും ഫീസ്റ്റാണ്. അതോടൊപ്പം സദസ്സിലിരിക്കുന്ന തോമസ് നാമധാരികളായ എല്ലാവർക്കും ഫീസ്റ്റിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ വാക്കിനെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിമന്യ പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മേഖലയുടെ സ്നേഹവും സന്തോഷവും ആദരവും അറിയിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാത്യു അറമ്പുകളിൽ കൊറോപ്പിസ്കോപ്പ അച്ഛൻ ഷാൾ അണിയിച്ച് അഭിമന്യ പിതാവിനെ ആദരവും സ്നേഹവും അറിയിക്കുന്നു. ഷാൾ അണിയിക്കാനായിട്ട് അച്ഛനെയും സ്വീകരിക്കാനായിട്ട് അഭിമന്യ പിതാവിനെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കേക്ക് കട്ട് ചെയ്യാനായിട്ട് അഭിമന്യ പിതാവിനെയും തോമസ് ധാരികളായ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തു മന്ദിരത്തിനടക്കമുള്ളവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. വോയിസ് തോമസ് സാറുണ്ട്. വരാലുണ്ടോ? ഇല്ല.
Happy feast day to you. Happy feast day to you. Happy feast day to you, dear Abu. Dear feast day to you. അഭിമന്യ പിതാവിന് നാമഹേതുക തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സന്യസ്തരെ പ്രതികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ കിരൺ സിസ്റ്റർ സംസാരിക്കുന്നു. സിസ്റ്ററിനെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവേ, മുഖ്യ വികാരി ജനറൽ വന്യ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ കീഴ്പള്ളി കോറപ്പിസ്കോപ്പാച്ച, രൂപത പ്രൊക്രേറ്റർ ബഹുമാനപ്പെട്ട ചാക്കോ വെള്ളഞ്ചാലച്ച, രൂപത ചാൻസലർ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഇടയത്തച്ച, കോറപ്പിസ്കോപ്പ അച്ഛന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സന്യസ്തരെ, പാസ്റ്റൽ കൗൺസിൽ അംഗങ്ങളെ, വിവിധ സംഘടനയുടെ ഭാരവാഹികളെ, ശ്രേയസ് കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ ഇവിടെയായിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ ഫീസ്റ്റിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ അഭിമന്യ പിതാവിന് നേർന്നുകൊള്ളുന്നു. ബത്തേരി മേഖലയെ സംബന്ധിച്ച് രൂപതയുടെ ശ്രേഷ്ഠാചാര്യൻ്റെ തിരുനാൾ ദിനം അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഇടയനോടൊപ്പം ആയിരിക്കുവാൻ, ഫീസ്റ്റ് ആഘോഷിക്കുവാൻ ലഭിച്ച ഒരു സുന്ദര സുദിനമാണ്. വളരെയധികം സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെയാണ് നാം ഏവരും ഇന്നിവിടെ ആയിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഭവനമെന്ന ലക്ഷ്യത്തോടെ തൻ്റെ രൂപതയിലുള്ള എല്ലാവർക്കും സ്ഥലവും ഭവനവും ഉണ്ടാകണം എന്ന ആ പിതാവിൻ്റെ വലിയ ദീർഘവീക്ഷണത്തോട് ഒന്നു ചേർന്നുകൊണ്ട് നമ്മുടെ മനസ്സും ആരോഗ്യവും പ്രവർത്തനവും ഹൃദയവും പ്രാർത്ഥനയും പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ടുള്ള യാത്രയുടെ ആരംഭിച്ചിട്ട് ഏകദേശം 1 വർഷം പിന്നിട്ടു. ഇതിനോടടക്കം എല്ലാ മേഖലയിൽ തന്നെ ഓരോ ഭവന വീതം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ അഭിമാനവും സന്തോഷവും നമ്മിൽ ഉളവാക്കുന്നു. ഇതിൻ്റെ ഭാഗമായി അഭിമന്യ പിതാവ് നമ്മെ കേൾക്കാൻ, നമ്മോട് സംസാരിക്കാൻ, നമ്മോടൊത്തായിരിക്കുവാൻ ഒരു ദിവസം നമുക്കായി മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അഭിമന്യ തോമസ് പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാർത്തോമാ ശ്ലീഹായെ തൻ്റെ സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ചുകൊണ്ട് ആ വിശുദ്ധൻ്റെ വിശ്വാസ പാരമ്പര്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വലിയ ദീർഘവീക്ഷണത്തോടെ സമർപ്പണ ഭാവത്തോടെ വിശുദ്ധിയുടെ പാതയിൽ വഴിവിളക്കായി ഔദാര്യത്തിൻ്റെ നിറകുടമായി പാവങ്ങളോടും കരുണ കാണിച്ചും വയനാടിൻ്റെ മണ്ണിൽ മലങ്കര സഭയിലും പ്രത്യേകിച്ച് ബത്തേരി രൂപതയിലും ഒരുപാട് നേട്ടങ്ങളുടെ, ഉയർച്ചയുടെ, നന്മയുടെ സായിഭാവമായി മാറി എന്ന ഉള്ളത് അഭിമന്യ പിതാവിനെക്കുറിച്ച് എടുത്തു പറയാവുന്ന വലിയ സവിശേഷതയാണ്. നല്ല ഇടയൻ്റെ ജീവിത മാതൃക സ്വജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തന്നെ സമീപിക്കുന്നവരെ സ്നേഹവാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയ താങ്ങായി തണലായി മാറിയ ഇടയശ്രേഷ്ഠൻ പിതാവിൻ്റെ ഈ വലിയ പദ്ധതിക്ക് നമുക്ക് ഒന്നു ചേർന്ന് പ്രത്യുത്തരിക്കാം. പിതാവിൻ്റെ ഈ വലിയ സ്വപ്നം പൂർത്തീകരിക്കുന്നതിനായി ഞങ്ങളും പങ്കാളികളാകും എന്ന് ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. കഴിഞ്ഞ 14 വർഷങ്ങൾ ബത്തേരി രൂപതയുടെ കപിത്താനായി പ്രശോഭിക്കുകയും സഭയെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട്, കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് അഭിമന്യ പിതാവ് ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇനിയും ഇതുപോലെയുള്ള നല്ല പദ്ധതികൾ അഭിമന്യ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്
ഉയരട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. ഇവിടെയായിരിക്കുന്ന എവരുടെയും നാമത്തിൽ, പ്രത്യേകിച്ച് സന്യസ്തരുടെ നാമത്തിൽ അഭിമന്യ പിതാവിന് ഒരിക്കൽ കൂടി ഫീസ്റ്റിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ അൽമാരെ എല്ലാവരെയും പ്രതികരിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട പിച്ചു മറ്റവന സാറ് ഇപ്പോൾ അഭിമന്യ പിതാവിന് ആശംസ നേരുന്നു. അഭിമന്യ പിതാവെ, ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോറച്ചന്മാരെ, കോർപ്പസ്കോപ്പമാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, ആത്മായ സഹോദരങ്ങളെ, അവിചാരിതമായിട്ടാണ് ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എങ്കിലും അതിൽ സന്തോഷത്തോടെ ഉൾച്ചേരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആത്മായർ നമ്മുടെ സഭയോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സഭ രൂപത വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞൂർ അച്ഛൻ ദീർഘമായിട്ടുള്ള ആമുഖ സന്ദേശത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിൻ്റെ സാധ്യതകളും അതോടൊപ്പം തന്നെ ആശങ്കകളും അച്ഛനോട് അവതരിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് ഒത്തൊരുമയോടുകൂടി അഭിമന്യ പിതാവിനോടൊപ്പം, രൂപത നേതൃത്വത്തോടൊപ്പം, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളോടൊപ്പം തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിൽ രൂപതയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ സമൂഹത്തിനും നാനാജാതി മതസ്ഥർക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോ സംഘടനാ പ്രവർത്തനങ്ങളും എത്രമാത്രം നമ്മളുടെ സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത്. ആത്മീയമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, സംഘടനാപരമായിട്ട്, വിവിധ സഭകളുമായിട്ടുള്ള സമ്പർക്കത്തിൽ എല്ലാം നമ്മളുടെ ബത്തേരി രൂപത വയനാട് ജില്ലയിൽ, കേരള സഭയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന രൂപതയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ അൽമായരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ, സൺഡേ സ്കൂളിൻ്റെ ഒരു പ്രവർത്തനം എന്നുള്ള രീതിയിൽ അഭിമന്യ പിതാവിന് ഇടയനോടൊപ്പം എന്നുള്ള ഈ വേളയിൽ ഫീസ്റ്റിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന എല്ലാ വൈദികർക്കും, സന്യസ്തർക്കും, അൽമായർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മേഖലയിലെ ശ്രേയസ് കുടുംബാംഗങ്ങളെ പ്രതികരിച്ചുകൊണ്ട് ബത്തേരി മേഖലയുടെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട പോളേട്ടൻ ആശംസ അറിയിക്കുന്നു. ബത്തേരി ഭദ്രാസനത്തിൻ്റെ ഇടയൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഇടയനോടൊപ്പം വേദിയിലായിരിക്കുന്ന ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ വന്യ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോറെപ്പിസ്കോപ്പാച്ച, വേദിയിലായിരിക്കുന്ന ചാക്കോച്ച, സെബാസ്റ്റ്യൻ ഇടയത്തച്ച, ഇടയനോടൊപ്പം വേദിയുടെ മുൻവശത്തായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, അൽമായരെ, ശ്രേയസ് കുടുംബാംഗങ്ങളെ, സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു, ഇടയൻ മുമ്പേ നടക്കുന്നവനാണ്. ഇടയൻ്റെ സ്വരം കേട്ട് നടക്കുന്നവന് ഒരിക്കലും ഒരിടർച്ചയും സംഭവിക്കാറില്ല. ബത്തേരി രൂപത പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും കർമ്മവേദിയിലൂടെ 45-ാമത്തെ വർഷം പിന്നിടുമ്പോൾ ഇന്ന് നാം എല്ലാവരും ഇടയൻ്റെ കൂടെ ഈ വേദിയിലായിരിക്കുന്ന ധന്യ നിമിഷമാണ്. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കുന്ന ഇടയൻ, കരുതലിൻ്റെ കാവലാളായി കൂടെ നിൽക്കുന്ന ഇടയൻ, പ്രത്യേകിച്ച് ശ്രേയസിൻ്റെ പ്രതിനിധിയായി ഞാനിവിടെ നിൽക്കുമ്പോൾ ബത്തേരി രൂപതയുടെ സുവിശേഷമായി മാറിയ ശ്രേയസ്, അഭിവന്യ സിറിൽമാർ ബസൂരിസ് പിതാവ് ബത്തേരി രൂപതയുടെ പ്രഥമ ഇടയനായി കടന്നു വന്നപ്പോൾ വയനാടിൻ്റെ മലമടക്കുകളിൽ ഈ കുടിയേറ്റത്തിൻ്റെ പുണ്യഭൂമിയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കരുണയുടെ മുഖമായ ഈശോയെയാണ്. അന്ന് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിച്ച പട്ടിണിയും വിശപ്പും ദാരിദ്ര്യവും അകറ്റുവാൻ അവൻ ആവശ്യം വേണ്ടത് ഭക്ഷണമാണെന്ന് കരുതിയ അഭിവന്യ പിതാവ് നമ്മുടെ ഗ്രാമാന്തരങ്ങളിലെ ചാപ്പലുകളിലൂടെ പാൽപ്പൊടിയും പഞ്ചസാരയും ഗോതമ്പും ഗ്രീൻ പീസും പാമോയിലുമൊക്കെ കൊടുത്ത് ഭക്ഷണമാണ് വിശക്കുന്നവന് ആവശ്യമെന്ന വലിയ സന്ദേശം പകർന്നു കൊടുത്ത അഭിവന്യ സിറിൽമാസ് ബസേലിയോസ് പിതാവിൻ്റെ പിൻഗാമിയായി കടന്നു വന്ന ദിവന്യോസസ് പിതാവിലൂടെ മുന്നേറി ഇപ്പോൾ ബത്തേരി രൂപതയുടെ തൃതീയ മെത്രാപ്പൊലിത്തയായ
ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്തായിലൂടെ ശ്രേയസ് ഇന്ന് വയനാടിൻ്റെ മാത്രമല്ല അങ്ങ് നീലഗിരിയുടെയും കണ്ണൂരിൻ്റെയും കാസർഗോഡിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഒക്കെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ജനഹൃദയങ്ങളിൽ ഒരു വികാരമായി ആവേശമായി പടർന്നു കയറിയിട്ടുണ്ടെങ്കിൽ അതൊരു സ്നേഹ സംസ്കാരത്തിൽ പടുത്തുയർത്തുകൊണ്ടാണ്. ശ്രേയസ് അന്നും ഇന്നും വിഭാവനം ചെയ്യുന്നത് പാവപ്പെട്ട മനുഷ്യന് കരുതലാകുമ്പോഴാണ് സുവിശേഷം ജീവിക്കുന്നതെന്നാണ്. സുവിശേഷം ആകുവാനും ഏകുവാനും ജീവിക്കുവാനും വിളിക്കപ്പെട്ടവനാണ് ക്രൈസ്തവൻ എന്ന വലിയ സത്യം തിരിച്ചറിഞ്ഞപ്പോഴാണ് അഭിവന്യ പിതാവിൻ്റെ മനസ്സിൽ ഒരു പുതിയ സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭവനം എന്ന ഒരു വലിയ ആശയം. ഒരുപക്ഷെ ഒന്നുമില്ലാത്തവന് എന്തെങ്കിലുമൊക്കെ ആകുവാനുള്ള ഒരു വലിയ സന്ദേശവുമായിട്ടാണ് നാം ഇറങ്ങിത്തിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ യാത്രയും അത്ര എളുപ്പമുള്ള യാത്രയല്ല. യാത്രക്കിടയിൽ ഇടയ്ക്കിടെ ചില തടസ്സങ്ങൾ സ്വാഭാവികം മാത്രം. പക്ഷേ ഒരുമിച്ചുള്ള പരിശ്രമത്തിൽ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വലിയ സ്വപ്ന പദ്ധതി പൂർത്തിയാകുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ കൂടുതൽ കരുതലോടെ ചിന്തിക്കുവാൻ സാധിക്കും. എൻ്റെ ഒരു കരം കൂടി കൈത്താങ്ങായി അഭിവന്യ പിതാവിൻ്റെ ഈ സ്വപ്ന പദ്ധതിയോടൊപ്പം ചേർന്നപ്പോൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഒരു വീട് സ്വപ്നം കണ്ടു കഴിയുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു ഭവനമായി നമുക്ക് മാറുവാൻ കഴിഞ്ഞു എന്നൊരു വലിയ സന്തോഷം നമ്മുടെ മനസ്സിനെ മതിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അഭിവന്യ പിതാവിൻ്റെ നാമഹേതുക തിരുനാൾ ഇടയനോടൊപ്പം നാം എല്ലാവരും ചേർന്ന് ഇവിടെ ആഘോഷിക്കുമ്പോൾ ഭവന പദ്ധതിക്ക് കരുതലും കൈത്താങ്ങുമായി നാം കൂടെ നിൽക്കുമ്പോൾ ബത്തേരി മേഖലയിലെ ശ്രേയസിൻ്റെ 13 യൂണിറ്റുകളും കരുതലായി അഭിവന്യ പിതാവിൻ്റെ കൂടെ തന്നെയുണ്ട്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഈ ഒരു വലിയ സ്വപ്ന പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം നമുക്കെല്ലാവർക്കും ഒരു കരുതലായി അഭിവന്യ പിതാവിനെ ഏൽപ്പിക്കാം. കാരണം ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ നമ്മുടെ കൂടെ ഒരു സ്വപ്നം, ബത്തേരി ഭദ്രാസനത്തിൻ്റെ വലിയ സ്വപ്നം, കേരള കത്തോലിക്ക സഭയിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് ബത്തേരി ഭദ്രാസനമാണ് എന്നുള്ള വലിയ സന്തോഷം നമുക്കെല്ലാവർക്കും അനുഭവിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അഭിവന്യ പിതാവിന് എല്ലാ തോമസ് നാമധാരികൾക്കും നാമഹേതുക തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുകൊണ്ട് ശ്രേയസ് ബത്തേരി മേഖലയുടെ എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, ഇനി നമുക്ക് നമ്മുടെ ഇടവകളിൽ നിന്നുള്ള ഉപഹാര സമർപ്പണത്തിൻ്റെ സമയമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭവനങ്ങൾക്കുള്ള നമ്മുടെ ഒരു ഇടവകയിൽ നിന്നുള്ള ഒരു സഹായമാണ് പ്രത്യേകം നമ്മളിതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അഭിവന്യ പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇപ്പം ഇതിൻ്റെ ഒരു ബ്രോഷറുണ്ട്. പുതിയ ബ്രോഷറിൻ്റെ ലോഞ്ചിങ് ആൻഡ് ഇനാഗുറേഷൻ ആദ്യം നടത്തുന്നു. അഭിവന്യ പിതാവ് ബഹുമാനപ്പെട്ട ഉറവക്കിലച്ചന് ഇത് നൽകിക്കൊണ്ട് ഇപ്പോൾ ഈ പുതിയ ബ്രോഷർ ഉദ്ഘാടനം ചെയ്യുന്നു. മുൻ ബ്രോഷർ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഉറവക്കിലച്ചനെ സ്വീകരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഇതിന് പിന്നിൽ വലിയ ചിന്തയുണ്ട്, പിതാവ് പറയും എങ്കിൽ പോലും ഞാൻ അച്ഛന് ഭാഷത്തിൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഇടയത്തച്ഛൻ നിങ്ങൾക്കറിയാം, നമ്മുടെ കത്തീഡ്രലിലെ കാര്യമാണ്, ഈ വൈദിക ജില്ലയുടെ കാര്യമാണ്, രൂപതയുടെ ചാൻസലറാണ്. പിന്നെ അതിന് താഴെ ഒരുപാട് മറ്റ് ശുശ്രൂഷകൾ ബിഎൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സഭയുടെ സെൻറ്റിനറി ആഘോഷിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനഡിലെ പല ചിന്തകൾ വന്നു. അത് സഭാ തലത്തിൽ കോർഡിനേറ്റ് ചെയ്യുവാൻ കഴിവുറ്റ ഒരാൾ വേണമെന്ന് പിതാക്കന്മാർ പറഞ്ഞപ്പോൾ ബാബാതിരുമേനിയോട് ചോദിച്ചു, സെബാസ്റ്റ്യനെ തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു തരാൻ ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട്. പിന്നെ ബാബാതിരുമേനിക്ക് നമ്മളൊരു അനുഗ്രഹം കൊടുത്തു. പിതാവ് പറഞ്ഞു, സഭയുടെ പൊതുവായ ശുശ്രൂഷയ്ക്ക് അച്ഛന്മാരെ ഞാൻ ചോദിക്കുമ്പോൾ തടസ്സം പറയത് വികാരജനറാളന്മാരൊഴികെ വേറെ ആരെ ചോദിച്ചാലും പിതാക്കന്മാർ സന്തോഷത്തോടെ തരണം. സന്തോഷത്തോടെ അല്ലെങ്കിലും പിതാവിനെ ഞാൻ പറഞ്ഞു എങ്ങനെ കൊടുക്കും, കത്തീഡ്രൽ വികാരി, ചാൻസലർ, ഡിസ്ട്രിക്ട് വികാരി. അപ്പോൾ എന്നെ പറഞ്ഞു അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവസാനം പറഞ്ഞു ജൂലൈയിൽ എനിക്ക് കിട്ടണം.
അപ്പോൾ ഇന്നലെ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 8-ാം തീയതി അച്ഛനവിടെ ചെല്ലണമെന്നാണ്. അപ്പോൾ നമുക്കൊരു വലിയ അഭിമാനമുണ്ട്. നമ്മുടെ ഒരു നഷ്ടബോധമുണ്ടെങ്കിലും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സെൻറ്റനറി പ്രോഗ്രാം, ഇതുപോലെയുള്ള പ്രോഗ്രാംസ് മുഴുവൻ അച്ഛനാണ് അതിനൊക്കെ ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ സഭയ്ക്ക് മുഴുവൻ നൽകുവാൻ ബത്തേരി രൂപതയിൽ നിന്നാണ് സെബാസ്റ്റ്യൻ ഇടയത്തത്തിനെ ക്ഷണിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും അച്ഛന് നമ്മൾ നേരുകയാണ്. അപ്പോൾ അച്ഛനിത് പോകുന്ന അവസരത്തിൽ ആരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് ഈ ഭവന നിർമ്മാണ പദ്ധതി അങ്ങനെ നോക്കിയ അവസരത്തിലാണ് പരിശുദ്ധാത്മാവ് ഈ ജേക്കബ് പോയസിനെ കണ്ണൂരിൽ നിന്ന് ആരും അറിയാതെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുവന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കാൻ എനിക്ക് വലിയ ബോധ്യമാണ്. ആരെ കൊടുക്കുമെന്ന് നിന്നപ്പോഴാണ് പുതിയ ചണ്ടാളച്ചൻ വന്ന അച്ഛനോട് ബത്തേരി പോകാൻ പറഞ്ഞു. ഈ സെബാസ്റ്റ്യൻ അച്ഛനെ അവിടെ പോകുന്നത് അറിഞ്ഞില്ലെങ്കിലും ഇവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ കൺസ്ട്രക്ഷന് നമ്മുടെ സഭയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് ജേക്കബ് ഒറേക്കലോയ്സി അച്ഛന്. അച്ഛൻ സെബാസ്റ്റ്യൻ അച്ഛന് പകരമായി നമ്മുടെ ബത്തേരി വൈദിക ജില്ലയുടെ വികാരിയും ഈ കൺസ്ട്രക്ഷൻ്റെ ചാർജും അച്ഛനെ പ്രത്യേകമായിട്ട് ഇവിടെ ഞാൻ ഈ സഭ നൽകി ഏൽപ്പിക്കുകയാണ്. താങ്ക് യു വിരായൻ. നമ്മുടെ ഇടവകളിൽ നിന്നുള്ള നമ്മുടെ സ്നേഹോപകാരം ഇപ്പോൾ നമ്മൾ സമർപ്പിക്കുന്നു. നിങ്ങൾ കവറിൽ പേരെഴുതിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പള്ളിയുടെ പേരെഴുതണം. എന്നിട്ടത് അഭിമന്യ പിതാവിന് നൽകുന്നു. പിതാവ് അത് പ്രൊക്യൂട്ടേഴ്സിന് നൽകും. അച്ഛനതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നൽകും, നമ്മൾ ഭക്ഷണം കഴിച്ച് പോകുന്നതിന് മുമ്പ് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഞാൻ പേര് വിളിക്കുന്ന ഇടവകൾ മുമ്പോട്ട് വരിക. നമുക്കൊരു ആൽഫബറ്റ് ഓർഡറിൽ തന്നെ വിളിക്കാം. അമ്പൂത്തി ഇടവകയിലെ വികാരിച്ചിനടക്കമുള്ള ടീം വന്നിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് വരിക. അമ്പൂത്തി വികാരിച്ചിനടക്കം മിഷണറി ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സിനും വരാം. കൈയടിക്കുക കേട്ടോ, ഉഷാറായിട്ട്. ബഡേരി ഇടവയിൽ വികാരിച്ചനും കമ്മിറ്റി അംഗങ്ങളും അടുത്ത കത്തീഡ്രലിൽ നിന്നുള്ള നമ്മുടെ ഇടവകങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ പ്ലീസ്. യെസ്, ഞാൻ ഇവിടെ തന്നെ. അടുത്ത ചീരാൽ, ചിഗരൽ വികാരിച്ചൻ ക്യാമറ താഴെ വെക്കേണ്ടതാണ്. ചിരാൽ ശേഷം ചുള്ളിയോട്, ചുള്ളിയോട് ഇടവക, അതിനുശേഷം കല്ലൂര്, ഇന്ന് അച്ഛൻ ഫോട്ടോ എടുക്കുന്നുണ്ട്, നമുക്ക് കല്ലൂർ ഉണ്ടോ? ഓക്കെ. മലങ്കര ഇടവകയിലെ ആളുകൾ, അതിനുശേഷം മൂലങ്കാവ് ഇടവകയിലെ മത്സരിച്ചേക്കാം, വാ വികരിച്ചവ. തുടർന്ന് നമ്പ്യാരുകുന്ന് ഇടവക, പാമ്പള, നമ്പ്യാരുകുന്ന് കഴിഞ്ഞാൽ പാമ്പള ഇടവകയിൽ നിന്ന് സിസ്റ്റർ വിളിക്കുന്നവർ വികാരിച്ചില്ലാത്തതുകൊണ്ട്. സിസ്റ്റർ വാ, അച്ഛനില്ലാത്തതുകൊണ്ട് സിസ്റ്ററെങ്കിലും വേണം. യെസ്, പാമ്പള, തോട്ടാമൂല, അതിനുശേഷം വാഗേരി, തോട്ടാമ്പല കഴിഞ്ഞ് വാഗേരി. തോട്ടാമൂല, ദെൻ വാഗേരി ഇടവക. കൊറപ്പിസ്കൊപ്പച്ച വാ,
വെരി ഗുഡ്. അടുത്ത നമ്മുടെ ശ്രേയസ് യൂണിറ്റുകളുടെയാണ്. ഞാൻ വിളിക്കുന്ന യൂണിറ്റുകൾ ഒന്നിച്ചാണ് ബത്തേരി മേഖല ഒന്നിച്ചല്ലേ? അപ്പോൾ എല്ലാവരും ഒന്നിച്ച് പോരെ? ബത്തേരി മേഖലയുടെ മേഖലാ ഡയറക്ടറുടെ നേതൃത്വത്തിൽ, അതിനുശേഷം കത്തീഡ്രൽ യൂണിറ്റ്. കത്തീഡ്രൽ യൂണിറ്റിൽ ആക്ച്വലി ശ്രേയസിൻ്റെ മേഖല അനുസരിച്ച് പുൽപ്പള്ളിയിലാണ്. പള്ളി ഇവിടെ ആയതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മൾ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങോട്ടുന്നോ യെസ്, ശ്രേയസ് സാർ എല്ലാവരും കൂടെ. മേഖലാ ഡയറക്ടർ ബെന്നിയച്ചൻ്റെ നേതൃത്വത്തിൽ ശ്രേയസിലെ സ്റ്റാഫുകളെല്ലാം കൂടെ ഇവരുടെ കോൺട്രിബ്യൂഷൻ പിതാവിന് നൽകുന്നു. കയറുന്നോ എടുത്തോ, കുഴപ്പമില്ല. വീഡിയോ അതുകൊണ്ട് എല്ലാവരെയും കിട്ടും, കുഴപ്പമില്ല. ധൈര്യമായിട്ട് എടുത്തോ വെച്ച് കൊടുത്തോ. അടുത്ത നമ്മുടെ കത്തീഡ്രൽ യൂണിറ്റ്, ശ്രേയസിൻ്റെ കത്തീഡ്രൽ യൂണിറ്റ് അംഗങ്ങൾ പ്രസിഡന്റ് സണ്ണി ചേട്ടൻ അടക്കമുള്ള ടീമിനെ പ്രത്യേകം ക്ഷണിക്കുന്നു. എലിസബത്ത് ടീച്ചർ വാ. ഇങ്ങോട്ട് കേട്ടോ, ശേഷം വരാം. ലിസേസി അങ്ങോട്ട് ആ സൈഡ് ഇടുന്നു ഡയറക്ടറോട് പോട്ടെ. താങ്ക് യു. ഇനി ആരെങ്കിലും കൊടുക്കാൻ കവർ കൊണ്ടുവന്നിട്ട് മറന്നു പോകരുത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്കാം, അല്ലെങ്കിൽ മുമ്പോട്ട് വരാം. യെസ്, അമ്മമാരെ പ്രതികരിച്ചുകൊണ്ട് ഒരു ടീമായിട്ട് അമ്മമാരുടെ ടീം പേഴ്സണലായിട്ട് തോമസ് സാറ്. ഓക്കെ, അമ്മമാരുടെ പ്രതികരിച്ചുകൊണ്ട് മേഖല ടീം, MCA പ്രതികരിച്ചുകൊണ്ട് അടുത്ത ടീം, വത്സേഴ്സി പേഴ്സണലായിട്ട്. വെരി ഗുഡ്. MCA അടുത്ത മേഖല MCA ടീം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. താങ്ക് യു. ഇപ്പം നമുക്ക് ഇനി അഭിമന്യ പിതാവിൻ്റെ സന്ദേശം ശ്രവിക്കാം. അഭിമന്യ പിതാവിനെ വളരെ സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുന്നു. രൂപതയുടെ മുഖ്യ വികാരി ജനറൽ പുണ്യ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ കോറപ്പിസ്കോപ്പ, ഇവിടെ വേദിയിലെ സന്നദ്ധരായിരിക്കുന്ന നമ്മുടെ രൂപതയുടെ പുതിയ ക്രിയേറ്റർ ബഹുമാനപ്പെട്ട ചാക്കോ അച്ഛൻ, നമ്മുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി പ്രിയപ്പെട്ട VP തോമസ് സാർ, അതുപോലെ ഇവിടെ സന്നദ്ധരായിരിക്കുന്ന നമ്മുടെ കോറപ്പിസ്കോപ്പമാർ അർമ്മൻകുടി അച്ഛന്, അതുപോലെ മധ്യച്ഛൻ, മറ്റ് വൈദികർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള നമ്മളുടെ വിവിധ അപ്പസ്തോലിക ശുശ്രൂഷകൾക്ക് MCA മാതൃവേദി യുവജന പ്രസാരം സൺഡേ സ്കൂൾ ശ്രേയസിൻ്റെ ഇവിടെ നേതാക്കന്മാരെയും ഇവിടെ ആശംസകൾ അറിയിച്ചു ബഹുമാനപ്പെട്ട സിസ്റ്റർ കിരൺ, ബിജു മറ്റമന, പോൾ പുലിക്കോട്ടിൽ, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന നമ്മുടെ വൈദിക ജില്ലയുടെ വികാരിയും കത്തീഡ്രൽ വികാരിയുമായ ഉണ്ണിയ സെബാസ്റ്റ്യൻ അച്ഛൻ, ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷമുള്ള നിറവുള്ള ഒരു സന്ദർഭമാണ്. തോമാസ് ശ്ലീഹായുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. തോമാസ് ശ്ലീഹ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബന്ധുവും ശിഷ്യനും
ഭാരതത്തിൻ്റെ അപ്പോസ്തലനും വിശ്വാസത്തിലെ നമ്മുടെ എല്ലാം പിതാവുമാണ്. തോമാസ് ശ്ലീഹായുടെ തിരുനാളെന്ന് പറഞ്ഞാൽ ഭാരത സഭയുടെ തിരുനാളാണ്. ഈ ഭാരതത്തിലുള്ള എല്ലാ വിശ്വാസികളുടെയും തിരുനാളാണ്. നമ്മളുടെ ഈ രൂപത ആരംഭം കുറിച്ചപ്പോൾ ഈ രൂപത ആർക്ക് സമർപ്പിക്കണം എന്ന അഭിനന്ദനായ സിൽബസേലിസിൽമേനെ ചിന്തിച്ച് അത് തോമാസ് ശ്ലീഹായ്ക്ക് സമർപ്പിക്കണം എന്ന പിതാവ് തീരുമാനിച്ചതിന് വലിയ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. അരുമന അതുപോലെ തന്നെ കത്തീഡ്രൽ ദേവാലയം പണിഞ്ഞപ്പോഴും തോമാസ് ശ്ലീഹായുടെ പേര് കൊടുത്തു. മൈനസ് സെമിനാരി പണിഞ്ഞപ്പോഴും തോമാസ് ശ്ലീഹായുടെ പേര് കൊടുത്തു. നമ്മളുടെ രൂപത്തിലുള്ള പല മേഖലകളിലും തോമാസികളുടെ നാമത്തിലുള്ള ദേവാലയങ്ങൾ പണിയുവാനായിട്ടിടയായി. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേകമായ പദ്ധതിയിൽ തോമസ് നാമധാരിയായ ഞാനും ഈ രൂപതയിൽ തോമാസ് ശ്ലീഹായുടെ നാമത്തിൽ നിൽക്കുവാനിടയായി എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കരുണയുടെയും കരുതലിൻ്റെയും അടയാളമാണ്. തോമാസ് ശ്ലീഹായുടെ പേരുനാമധാരികൾ 3 പേരുണ്ട്. ക്രിസ്തുമന്ദിരേശൻ, വി പി തോമസ് സാർ, മറ്റു തോമസ് സാർ. അവർക്ക് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. കത്തീഡ്രൽ പള്ളിയുടെ തിരുനാളാണ് ജൂലൈ 3 എന്ന് പറയുന്നത്. അപ്പം കത്തീഡ്രൽ ഇടവക്കാർക്കെല്ലാം പ്രത്യേകമായി ആശംസകൾ നേരുകയാണ്. ജൂലൈ 3 കത്തീഡ്രൽ തിരുനാൾ നമ്മൾ രൂപത ദിനമായിട്ട് ആഘോഷിക്കുകയും അന്ന് നമ്മൾ കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് എല്ലാവരും കൂടി ചേർന്ന്. അത് നമ്മുടെ പൊതുവായ ആഘോഷമാണ്. എങ്കിൽ കത്തീഡ്രലുകാർക്ക് മാത്രമായിട്ടൊരു തിരുനാൾ നമുക്കുള്ള ഇടവക എന്നുള്ള നിലയിൽ പിന്നീട് നടത്താറുണ്ട്. ഇതെല്ലാം നമ്മുടെ നല്ല പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം അനുമോദിക്കുകയും എല്ലാ ആശംസകളും നേരുകയാണ്. നമ്മൾ ഈ ബത്തേരി വൈദിക ജില്ലയിൽ ഇപ്പോൾ ഒന്നിച്ച് കൂടുന്ന അവസരത്തിൽ നമുക്ക് 3 വൈദികരെ, ബാക്കി എല്ലാവരും ശുശ്രൂഷയിലായിരിക്കുന്നവരാണ്, 3 വൈദികരെ പുതുതായിട്ട് ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ജേക്കബ് അറവിക്കലച്ചൻ ഇപ്പോൾ ആശ്രമത്തിൻ്റെ സ്പീക്കറായിട്ടും നമ്മുടെ ഈ മേഖലയുടെ പാസ്റ്റൽ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ അലൻ അച്ഛൻ വന്നിട്ടുണ്ട്. നമ്മളുടെ സെമിനാരിയുടെ പുതിയ ഡയറക്ടറായിട്ട് ബഹുമാനപ്പെട്ട മാത്യു കാര്യവള്ളിൽ കോറപ്പിസ്കോപ്പാറ്റൻ വന്നിട്ടുണ്ട്. ഇവരെ 3 പേരെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ബത്തേരി മേഖലയിലെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇവിടെ സുഭാഷ് അച്ഛൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ MCAയുടെ ആത്മീയ ഉപദേഷ്ടാവ്, അതുപോലെ തന്നെ നമ്മളുടെ ഈ 2 ദേവാലയങ്ങളുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് മലയപ്പറമ്പിലച്ചൻ, അതുപോലെ നമ്മുടെ ഈ മേഖലയിലെ MCAയുടെ കൺസ്ട്രക്ഷൻ്റെ ഉത്തരവാദിത്വവും ബഹുമാനപ്പെട്ട ജെയിംസ് മേലച്ചനാണ് എടുത്തത്. അച്ഛൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ വികാരിയായ ജേക്കപ്പച്ചൻ ഇങ്ങോട്ട് വന്നപ്പോൾ അച്ഛനെ നമ്മളെ അങ്ങോട്ട് അയക്കുകയാണ്. നടുവിലും അതുപോലെ നമ്മുടെ കാടുപള്ളിയുടെ വികാരിയായിട്ട്, എന്നാൽ MCAയുടെ ഡയറക്ടറായിട്ട് തുടരുന്നതാണ്. അപ്പോൾ അച്ഛനെയും പ്രത്യേകമായിട്ട് നന്ദിയായിട്ട് ഓർക്കുകയും പുതിയ സ്ഥലത്ത് എല്ലാവിധമായ ആശംസകളും നേരുകയും ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് നമുക്കറിയാവുന്ന പോലെ അരമന സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള മേഖലയാണ് ബത്തേരി മേഖല എന്ന് പറയുന്നത്. എല്ലാ പ്രധാനപ്പെട്ട ശുശ്രൂഷകളുടെയും കേന്ദ്രമായ നമ്മുടെ പ്രത്യാശ സെൻ്ററുണ്ട്, യൂത്ത് സെൻ്ററുണ്ട്, വിവിധ കലാലയങ്ങൾ, നമ്മുടെ വീട്ടിലെ പ്രിൻസിപ്പലൊക്കെ ഇവിടെ സന്നിഹിതനാണ്. അങ്ങനെ വിവിധ അപ്പസ്തോലിക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരെ, അൽമായ പിതാക്കന്മാർ, യുവജനങ്ങളെ, മാതൃവേദിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മളുടെ സഭയ്ക്ക് അല്ലെങ്കിൽ രൂപതയ്ക്ക് എല്ലാം വലിയ നേതൃത്വ ആശീസ് നൽകുന്ന ശ്രേയസിൻ്റെ കേന്ദ്ര പ്രവർത്തന രംഗം. ശ്രേയസ് ഇപ്പോൾ കേരളത്തിൻ്റെ പരിധി വിട്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞെങ്കിലും ആന്ധ്രയിലും ഇന്ത്യയുടെ വിവിധ ഭാഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന വളർച്ചയിലേക്ക് വന്നിട്ട്, അങ്ങനെ കൂടി നമ്മൾ നോക്കുമ്പോൾ വളരെ സുദീർഘമായ സംതൃപ്തിദായകമായ ശുശ്രൂഷ നടക്കപ്പെടുന്ന ഒരു മേഖലയാണ് ബത്തേരി മേഖല എന്ന് പറയുന്നത്. അതെല്ലാവരും തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ സെൻറ്റ് ജോസഫ് സ്കൂളിലെ പ്രിൻസിപ്പലൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ കാണാൻ കുറവ് ഇച്ചിരി ഉള്ളതാണ്. നമുക്കറിയാം 31-32 വർഷമായി 100% വയനാട്ടിലെ ഏറ്റവും സ്കോർ ചെയ്ത സ്കൂളാണ് സെൻറ്റ് ജോസഫ് എന്ന് പറയുന്നത്. പ്രത്യേക ഒരു കൈഡിയെ കൊടുക്കും. നമുക്കറിയാവുന്ന അച്ഛൻ്റെ ഒരു പ്രത്യേക വർക്കുണ്ട്. അതുപോലെ നമ്മുടെ BEd കോളേജ്, അതുപോലെ അൽഫോൻസൊക്കെ തുടങ്ങി പറഞ്ഞു വരുന്നത് നമ്മുടെ അപ്പസ്തോലിക ശുശ്രൂഷ
പ്രസംഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സെബാസ്റ്റ്യൻ ഇനി അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് മാർപ്പാപ്പ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല. മാർപ്പാപ്പ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ജോലിയാണ്, എൻ്റെ മാത്രമല്ല. അതുകൊണ്ട് പറഞ്ഞനുസരിച്ച് പ്രസംഗിക്കുകയാണ്. നമുക്കെല്ലാവരും കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇനി അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ദീർഘിച്ച് പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ആഴത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം എന്താണെന്ന് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ രൂപത്തിലുള്ള എല്ലാവർക്കും ഒരു കുഞ്ഞു ഭവനോ ഒരു അനുസരിച്ച് ഭൂമി ഉണ്ടാകണം. അത് നമ്മുടെ സിനഡിനകത്ത് പിതാക്കന്മാരെ തീരുമാനിച്ചെടുത്ത ഒരു കാര്യമാണ്. അന്ന് തിരുമേനി പറഞ്ഞു, കഴിവുള്ള രൂപതകളെല്ലാം ചെയ്തു കൊടുക്കണം, മറ്റ് ആഡംബരങ്ങൾ ഒന്നും വേണ്ട. ആഡംബരങ്ങളെ പറ്റി സുഭാഷത്തിൽ പറഞ്ഞു. നമുക്കറിയാവുന്ന പടക്കം പൊട്ടിക്കുന്നതും ഈ ചെണ്ടകെട്ടും ഒക്കെ നമ്മുടെ സിനഡ് നിരോധിച്ചിട്ടുള്ളതാണ്. ചിലയിടത്തൊക്കെ ഇപ്പം പടക്കം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കാര്യം അങ്ങനെ പൊട്ടിക്കാൻ പാടില്ല. തിരുമേനി പ്രത്യേക കൽപ്പന കൊടുത്തത് നമ്മൾ അനുസരിക്കണം, ആചരിക്കണം. അതുപോലെ മറ്റ് ആഡംബരങ്ങളൊന്നും പാടില്ല. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനാണ്, എനിക്കിപ്പോൾ ഇവിടെ പൊക്കോണ്ട് നിന്നിട്ടും ചൂടിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വല്ലതും തരണമെന്ന് രീതിയിൽ ദിവസമോ അല്ലെങ്കിൽ തന്നാൽ ആർക്കെല്ലാം കൊടുക്കാൻ. അതുകൊണ്ട് നമ്മൾ ചില ഡിസിപ്ലിൻ പാലിക്കുന്നത് നല്ലതാണ്. അതായത് ഇപ്പോൾ ഒരു 20-ാം ദിവസം വരുന്ന അവസരത്തിൽ വലിയ ആഘോഷം, 20-ാം ദിവസം 14 വർഷമായിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വരുമ്പോൾ ഈ ഷോളും ചെണ്ടമേളവും ഈ റോഡിലുള്ള യാത്രയും ഒക്കെ ഒന്നും തരേണ്ട കാര്യമില്ല. അച്ഛന്മാർ ദേവാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു തിരിയും തന്ന് ഇങ്ങോട്ടങ്ങ് പോകാനിരുന്ന അല്ലെങ്കിൽ കുർബാനയൊക്കെ ചൊല്ലി 8 മിനിറ്റുള്ള ഒരു പ്രസംഗം ഞാനത്തെ നിങ്ങൾ നല്ല ഭക്ഷണം എല്ലാം കഴിച്ചിട്ടേക്ക് പോരും. അത്രയൊക്കെ മതി നമുക്ക്. ബാക്കിയൊന്നും ആവശ്യമുള്ളതല്ല. അതുപോലെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഒരു ഡിസിപ്ലിൻ പാലിക്കുന്ന നല്ലതാണ്. പിന്നെ നമുക്കറിയാവുന്ന ഒരു ആദ്യമായിട്ടൊരു തിരുമേനി വരികയാണ്. കോമേഴ്സിലൊക്കെ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്കൊരു ആവശ്യങ്ങളെല്ലാം കൊടുത്ത് നല്ല മാലയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഒക്കെ കൊടുക്കണം. ഇപ്പോൾ എല്ലാ ദിവസവും മരുന്നാൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ അവരോട് ആദരവിൻ്റെ കുറവൊന്നുമല്ല, നല്ല ഒരു ശീലമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. മീറ്റിങ്ങുകൾക്കൊന്നും അങ്ങനെ ആവശ്യമില്ല. വിദേശ നാടുകളിൽ നമുക്കറിയാം, ഇങ്ങനൊരു ടേബിൾ കാണും, ഒരാളവിടെ ഇരിക്കും, പ്രസംഗിക്കുന്നില്ലെന്ന് പ്രസംഗിച്ച് അവർ പോയി. അവിടെ വലിയ സ്വാഗതവും നന്ദിയും ഇങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിക്കണം, ലഘുവാക്കണം, ചെറുതാക്കണം എന്നാണ് വിശുദ്ധ പിതാവ് പറഞ്ഞത്. എല്ലാവരും ബിസിയാണ്. നിങ്ങൾ തന്നെ വളരെ അധികം ബുദ്ധിമുട്ടി വർക്കിംഗ് ഡേ ആണ് വന്നതെന്ന് പറയുമ്പോൾ ഇവിടെ 2 വരുത്തുന്ന കാര്യങ്ങൾ എത്രയും വേഗം പറഞ്ഞ് പോവുക എന്നുള്ള കാര്യമാണ്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ അറിയാവുന്ന പോലെ ക്രിസ്തുമതത്തിൽ എത്താവുന്നിടത്തെല്ലാം എത്തിക്കുന്നുണ്ട്. ചെന്ന് കേൾക്കാൻ പറ്റിയില്ല, വൈകിട്ട് നോക്കിയാൽ അത് കാണും, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രോഗ്രാമിനെ സമയത്ത് അറിയാവുന്ന പോലെ ഇടയങ്ങളോടൊപ്പം എന്നുള്ള പ്രോഗ്രാം നമുക്ക് ഒന്നിച്ച് കൂടുവാനും പ്രാർത്ഥിക്കുവാനും നമ്മുടെ കാര്യങ്ങളെ ചിന്തിക്കുവാൻ നമ്മുടെ പാസ്റ്റർ മിനിസ്ട്രി പരിശുദ്ധ പിതാവ് പറയുന്നതാണ് സിനഡ് ഓൺ സിനഡാലിറ്റി. പരിശുദ്ധ പിതാവും മെത്രാന്മാരും വൈദികരും ചെന്നസും ഒക്കെ കൈകോർത്തുള്ള ഒരു യാത്രയാണ്. വാക്കിംഗ് ടുഗദർ ആൻഡ് ടോക്കിംഗ് ടുഗദർ ടുവേഴ്സ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതാണ് സഭ എന്ന് പറയുന്നത്. സഭയെ സംബന്ധിച്ച് ഒരുപാട് നല്ല ആശയങ്ങളുണ്ട്. പക്ഷേ ആവശ്യമില്ലാത്ത ചില ആശയങ്ങളും ചില കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വെച്ചത് നമ്മൾ ആരാണോ ഒന്നാമത്, ആരാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒന്നിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യം പണിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം എന്താണെന്ന് ചോദിച്ചാൽ, റാഡിക്കൽ കമ്മിറ്റ്മെന്റ് ടു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനോടുള്ള അടിസ്ഥാനപരമായ സമർപ്പണമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ യേശുക്രിസ്തുവിന്റെ മുഖം സ്നേഹത്തിന്റെ മുഖമാണ്, കരുണയുടെ മുഖമാണ്. കരുണയുടെ വർഷം പരിശുദ്ധ പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. ഈ സ്നേഹത്തിന്റെ പ്രായോഗിക രൂപമാണ് കരുണ എന്ന് പറയുന്നത്. കർത്താവിന്റെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന പോലെ 2 കാര്യം അതിനകത്തുള്ളൂ. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ദിസ് ഈസ് ഗോസ്പൽ. അത് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ് പലപ്പോഴും. അതിനോടനുബന്ധമായ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തോമാശ്ലീഹായെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തോമാശ്ലീഹ വന്നതെന്താണ്? ഞാൻ തോമാശ്ലീഹയെ പറ്റി പലപ്പോഴും ഓർക്കാറുണ്ട്. തോമാശ്ലീഹ ഇവിടെ വന്നത് യേശുക്രിസ്തുവിനെ നൽകുവാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിനെ ഈ ഇന്ത്യൻ സമൂഹത്തിൽ നൽകിയത് നമുക്കറിയാം വിശുദ്ധനായ അതുകൊണ്ട് ഭാരതത്തിന്റെ പോസ്റ്ററാണ്. തോമാശ്ലീഹ ഇവിടെ നൽകിയെന്ന് നല്ല ഒരു പുസ്തകം നൽകി. ലോക മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കോപ്പി വിറ്റുപോകുന്ന ബൈബിൾ നൽകി എന്നുള്ളതാണ്. അത് തോമാശ്ലീഹ ഇവിടെ കൊണ്ടുവന്ന നമ്മളെല്ലാ വീടുകളും നമ്മൾ നോക്കിയാൽ നമ്മുടെ വീടുകളിൽ കാണുന്ന മനോഹരമായ മാതാവിന്റെ ചിത്രം തോമാശ്ലീഹ കൊണ്ടുവന്നതാണ്. തോമാശ്ലീഹ ഇവിടെ വന്നതിന് ശേഷം വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി 7 ചെറിയ പള്ളികൾ പണിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ തോമാശ്ലീഹ അനുസരിക്കുമ്പോൾ തോമാശ്ലീഹ നൽകി യേശുവിന്റെ വചനം പരിശുദ്ധ മാതാവ്
ഒന്നിച്ചുള്ള പ്രാർത്ഥന കൂട്ടായ്മ ഇതാണ് സഭയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത്. സഭ എന്താണെന്ന് ചോദിച്ചാൽ ചർച്ച് ഈസ് എ ബിലീവിംഗ് കമ്മ്യൂണിറ്റി. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. അവർ കൊടുക്കേണ്ടത് യേശുവിന്റെ അനുഗ്രഹമാണ്. പുസ്തക നടപടിക്രമം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ ഈ പത്രോസ്ലീഹായും യോഹന്നാൻസ്ലീഹായും ദേവാലയത്തിലെ യെരൂശലേം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ ഒരു കവാടം സുന്ദര കവാടമാണ്. സുന്ദര കവാടത്തില് ഒരു മുഴന്തൻ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് ഇരിക്കുന്നു. നമ്മള് പത്രോസ്ലീഹായും യോഹന്നാൻസ്ലീഹായും പറഞ്ഞു, ഞങ്ങൾ കൈ തരാൻ സ്വർണമോ വെള്ളിയോ ഒന്നും ഇല്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നോട് പറയുന്നത് എഴുന്നേറ്റ് നടക്കാതെ നിങ്ങളുടെ കൈ നേടിക്കൊണ്ടിരിക്കാതെ. നമുക്കറിയാവുന്ന മുടന്തൻ അവിടെ ഒന്ന് എഴുന്നേറ്റ് ചാടി ഓടി സന്തോഷത്തോടെ വീട്ടിൽ പോകും. ഇതാണ് ഒരു സഭയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശുശ്രൂഷ. ഇങ്ങനെയുള്ള ആൾക്കാർ എല്ലാ മനുഷ്യരും സന്തോഷിച്ച് ആഹ്ലാദിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവരാജ്യത്തിന്റെ സൃഷ്ടി. ഇതാണ് പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ഈ ദൈവത്തെ സ്നേഹിക്കുന്നത് പ്രാർത്ഥനകളിലാണ്, ദേവാലയത്തിലെ ആരാധനകളിലാണ്, വചന ശുശ്രൂഷകളിലാണ്, ധ്യാനങ്ങളിലാണ്. ഇങ്ങനെയുള്ള അനേകം നമുക്കറിയാം ആത്മീയ വളർച്ചയ്ക്കുള്ള കാരുണ്യ ശുശ്രൂഷകളാണ്. ദൈവത്തെ സ്നേഹിക്കാനായിട്ടുള്ള കരുണയുടെ ശുശ്രൂഷയാണ്. എന്നാൽ മനുഷ്യനെ സ്നേഹിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുന്നവർ തന്നെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞതിന്റെ ഭാഗം എവിടാന്ന് വെച്ചാൽ മത്തായിയുടെ സുവിശേഷത്തിലെ 25-33 നിങ്ങളൊരു 6-7 കാര്യങ്ങളെ കുറത്തോട് ചെയ്യും. ഇതൊക്കെ നല്ല കാര്യമാണ്. ആരാധിക്കുക, നല്ല ഭാഷയും ട്രഡീഷണല് നമ്മുടെ സൂര്യാനൊക്കെ കുട്ടിയൊക്കെ ആരാധിക്കണം, പാട്ടുപാടൊന്നും വിട്ടുകളയല്ല. പക്ഷെ കർത്താവിന് അത് മാത്രം ചെയ്തുകൊണ്ട് ഒന്നാം സ്വർഗത്തിലേക്ക് ആരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകണമെന്നൊരു വിശക്കുന്നവന് ആഹാരം കൊടുക്കണം, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കണം, രോഗിയെ സഹായിക്കണം, ജയിലിലായിരിക്കുന്നവരെ സമാശ്വസിപ്പിക്കണം, ഭവനമില്ലാത്തവർക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ 6-7 കാരുണ്യ പ്രവൃത്തി അതിന്റെ കൂടെ ചെയ്തു എന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ മുന്നേറുവാനായിട്ട് സാധ്യമാണ്. ഇവിടെയാണ് കർത്താവ് പറഞ്ഞതായ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെട്ട് നിങ്ങൾ സുവിശേഷം മാനസാന്തരം മനസ്സിലുള്ള ഒരു അന്തരമാണ്. ഈ സഭാശിക്ഷന് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു, എന്നെ പറ്റിയും പറഞ്ഞു, നിങ്ങളെ പറ്റിയും പറഞ്ഞു. പക്ഷേ ബത്തേരിക്കാരി പറഞ്ഞതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ബത്തേരിക്കാർക്ക് ഈ അടുത്ത കാലത്ത് കൊടുക്കാൻ ഒരുപാട് മനസ്സ് തോന്നിയിട്ടുണ്ട്. മനസ്സില്ലാത്തവരുടെ മലങ്കര കത്തോലിക്ക സഭയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നവർ ബത്തേരിക്കാരാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കയ്യൊക്കെ കളിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇത്രയും പൈസ വന്നില്ലേ, ഇന്നലെയാണെന്ന് സംഭവം. ഞാൻ നോക്കുമ്പോൾ മറ്റു വീടുകളെ കൊടുത്തു തുടങ്ങി. പണ്ട് കൊടുക്കുകയായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു എന്നാണ്. ഇപ്പോൾ ഉണ്ട്, കൊടുക്കാൻ മനസ്സായിരുന്നു. ഇല്ലെന്നൊന്നും പറയുന്നുണ്ടെന്ന് പറയണം. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേജുള്ളതൊക്കെ ഒരു വലിയ നന്മ ദൈവം നൽകിയിട്ടുണ്ട്. ആ നന്മയാണ് ഇവിടെ പ്രിയപ്പെട്ട പോള് പറഞ്ഞതുപോലെ ഈ ശ്രേയസ്വരിയാൽ എത്രയോ മനുഷ്യരുടെ ഹൃദയങ്ങളെയാണ് നമ്മൾ ടച്ച് ചെയ്തത്. 1000 പേർക്കാണ് ഭവനം വെച്ച് കൊടുത്തത്. 1000 പേർക്കാണ്. ഇപ്പോൾ ശ്രേയസിന്റെ ആസ്തി നമ്മൾ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ല. വിധവകൾ തന്നെ വയനാട്ടിൽ 5000 ഉണ്ട്. 100 കോടി രൂപയാണ് ബാങ്കിൽ നിന്ന് ശ്രേയസിലെത്തി പാവപ്പെട്ട വീടുകൾ കൊടുത്തിരിക്കുന്നത്. അവർ മുഴുവൻ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്ത്യയിൽ കാരിത്താസ് കഴിഞ്ഞാൽ 2ാമത് ഏറ്റവും ശക്തമായ സംഘടന ശ്രേയസാണ്. ശ്രേയസിന് ഇപ്പോൾ ആന്ധ്രാപ്രദേശ്, ത്രിപുര, ഇന്ത്യ മുഴുവൻ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു വലിയ സന്ദേശം എന്താണെന്ന് വെച്ചാൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ. അയൽക്കാരൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അവൻ ക്രിസ്ത്യാനിയാണോ, വ്യക്തിയാണോ, മുസ്ലിമാണോ, ശത്രുവാണോ, കൊല്ലുന്നവനാണോ, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന ഇവിടെ അതിമനോഹരമായ ഒരു വാക്ക് പ്രിയപ്പെട്ട പോൾ ഉപയോഗിച്ചത്. അതായത് ശ്രേയസിന്റെ സുവിശേഷം. ഈ ശ്രേയസിന്റെ സുവിശേഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സുവിശേഷം നമ്മൾ പറയുമ്പോൾ നമ്മുടെ പാസ്റ്റർ കൗൺസിലിൽ നിന്ന് ഒരു സഹോദരൻ അച്ഛനോട് സ്വീകരിച്ചു പോലെ അതൊരു പരിശുദ്ധാത്മാ നിറവിൽ പറഞ്ഞാണ്. പിതാക്കന്മാരിങ്ങനെ സിനഡിൽ പറഞ്ഞു അതൊന്നും നടക്കാൻ പറ്റുമോ എന്നറിയ സൗകര്യങ്ങളൊക്കെ ചെല്ലാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പാസ്റ്റർ കൗൺസിൽ പരിശുദ്ധാത്മാ നിറവിൽ പറഞ്ഞാണ് നമുക്ക് എന്തുകൊണ്ട് ടേക്കപ്പ് ചെയ്തുകൂടാ. എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഇവിടെ ആത്മാര് അങ്ങനെ ചിന്തിച്ചത് വളരെ വലിയ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, എന്നെ കാണുമെന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹൗസിംഗ് പ്രോജക്റ്റ് ഇപ്പോൾ 10 വൈദിക ജില്ലകളിലും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി പ്രിയപ്പെട്ട
ഫിലിപ്പ് നയനാൻ സാറ് അതിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ അടങ്ങിയ ബ്രോഷർ എഴുതി എൻ്റെ ഫയൽ കൊണ്ട് തന്നിട്ടുണ്ട്. എവിടെ ഏതെല്ലാം പണിഞ്ഞ് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് അതെല്ലാം നമ്മൾ തീർത്തു കഴിഞ്ഞ് കണ്ണൂരെ പണിയുന്നുണ്ട്. ഇവിടെ നമ്മുടെ 3-ാം മേൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും 2-3 ഭവനങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ 10 ജില്ലയെന്ന് പറയുന്നത് 30-40 വീടുകൾ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പൈസയുണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇത് നടന്നു പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത്. സെബാസ്റ്റ്യന് 10% പറഞ്ഞപ്പോൾ ഞാൻ ഇടക്കാലം പറഞ്ഞു, ഈ അച്ഛന് ആവേശം കൊടുക്കേണ്ട 10% അങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നും കാര്യങ്ങൾ 1-2% കൊടുത്താൽ അറിയുന്നത്. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരോട് എക്കണോമിക്സ് പഠിച്ചാൽ കൂടി ഇരിപ്പുണ്ട് സാറന്മാരും അച്ഛന്മാരും ഒക്കെ. അപ്പോൾ എക്കണോമിക്സിനകത്തൊരു ചെറിയ പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ നമ്മളെല്ലാം സമ്പന്നരായിത്തീരും. അതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. അതിനകത്ത് പറയുന്നത് അങ്ങനെ പയ്യെന്നാണ് സാധാരണ ഇക്വേഷൻ. നിങ്ങൾക്ക് ഒരു 10 രൂപ അത് നിങ്ങളുടെ ഇൻകം മണിയാണെന്ന് ഇരിക്കട്ടെ, അത് 2 കാര്യത്തിന് ഉപയോഗിക്കണം. ഒന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് തിന്നാനായിട്ട്, അതാണ് കൺസംഷൻ. അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര രൂപയുടെ സാധനം വാങ്ങിക്കുന്നു, ഒരു ചായ കുടിക്കുന്നു, അതിനൊരു അതുപോലുള്ള സാധനം തിന്നെ നോക്കിയിട്ട് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കാൻ 10 രൂപ കിട്ടുവാണെന്നുണ്ടെങ്കിൽ സിംപ്ലസ് ആയി 9 രൂപ വരെ തിന്നാനും കുടിക്കാനും ഉപയോഗിച്ചു. 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഫോർ ദ പുവർ, 1 ഫോർ ദ പുവർ. അങ്ങനെ വെക്കാന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ പറ്റും. 10 രൂപ കിട്ടുമ്പോൾ 10 രൂപയുടെ ഐസ്ക്രീം കഴിക്കുന്നത് 7 രൂപയുടെ 8 രൂപയുടെ ഐസ്ക്രീം ഉണ്ട്. 8 രൂപയുടെ ഐസ്ക്രീം മതി, അല്ലെങ്കിൽ 9 രൂപയുടെ ഐസ്ക്രീം മതി. 1 രൂപയുടെ ഐസ്ക്രീം ഇല്ലാത്തവർ ഞാൻ മാറ്റി വയ്ക്കുന്നതാണ്. 100 രൂപയാണെന്നൊരു 90 രൂപ ഉപയോഗിക്കുന്നു, 10 രൂപ ഇല്ലാത്തവന് കൊടുക്കുന്നു. 1000 രൂപയാണെന്നൊരു ഞാൻ 900 രൂപ ഉപയോഗിക്കുന്നു, എന്താണ് 100 രൂപ ഇല്ലാത്തവന് കൊടുക്കുന്നു. ഇങ്ങനെ എക്കണോമിക്സ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഒരിക്കലും സാമ്പത്തിക തകർച്ച ഉണ്ടാകും. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സാമ്പത്തിക അതായത് ക്രൈസിസ് മാനേജ്മെന്റ് നടത്തിയിട്ടുണ്ട്. കോളേജുകൾ, സ്കൂളുകളൊക്കെ നമുക്കിത് ബാലൻസ് ചെയ്യാൻ അറിയാൻ, പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഇത് മാനേജ് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടുണ്ട്. കുടുംബങ്ങൾക്കാണെങ്കിലും സ്ഥാപനങ്ങൾക്കാണെങ്കിലും പള്ളികൾക്ക്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ സിമ്പിൾ ഇക്വേഷനാണ് M=C+I. ഇത് പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ഹൗസിംഗ് പ്രോജക്റ്റ് 2 വർഷം മുമ്പ് തീരും. നിങ്ങളിപ്പോൾ 10 രൂപയുടെ ഒരു ചായ കുടിക്കാൻ പോകുന്നു, അത് ഇച്ചിരി കുറച്ച് പാലൊഴിക്കാത്ത ഒരു കട്ടൻ ചായ മതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഹൗസ് തീരും എന്ന് പറഞ്ഞാൽ ഈ രൂപതയിൽ എന്ന് പറയാൻ 40-45,000 ആൾക്കാർ രൂപത ഇല്ലാത്തവർ ഇതിനകത്ത് സഹായിക്കുന്നു. വളരെ സന്തോഷത്തോടെ പറയാൻ ആശയപ്പെട്ടിരിക്കുന്ന ചില അധ്യാപകരൊക്കെ അവരുടെ 1 മാസം ബേസിക് സാലറി കൊണ്ട് തന്നവരുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷമാണ് മുമ്പത്തെ വർഷമാണ് ഞാൻ ഇടക്കര പോയ അവസരത്തിൽ ഒരു സഭകളിലൊക്കെ പറഞ്ഞു, തിരുമേനി ആരോടും പറയേണ്ട, പബ്ലിക് ചെയ്യാൻ വേണ്ട 1 ലക്ഷം രൂപ ഞാൻ പദ്ധതിയിലേക്ക് തരുന്നു വന്നു. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മാനസിക പരിവർത്തനത്തിന്റെ ഭാഗമാണ്. എനിക്കിതെല്ലാം അച്ഛൻ വളരെ കൃത്യമായിട്ട് പങ്കുവെക്കുന്നത് ഇതെല്ലാം നമുക്ക് കിട്ടി. കിട്ടാത്ത ആൾക്കാരുണ്ട്, അവന് 1 രൂപ 10 രൂപ ചെലവഴിക്കുമ്പോൾ കൊടുക്കുന്നു, 100 രൂപ ചെലവഴിക്കും 10 രൂപ കൊടുക്കും. ഇല്ലെങ്കിൽ അത് ഞാൻ ബാങ്കിലെടുത്ത ഇൻവെസ്റ്റ്മെന്റാണ്, ഭാവിയിൽ ഉപയോഗപ്പെടുത്താൻ, രോഗം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഉപയോഗപ്പെടുത്താൻ ഞാൻ എന്താണ് നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും മാറും എന്നുള്ളതാണ്. വലിയ കാര്യമൊന്നും ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്തിരിക്കുന്ന ഇടക്കാരോട് ഞാൻ പറഞ്ഞു M=C+I. പ്രത്യേക ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം, നിങ്ങൾ അനുവർത്തിക്കുന്നുണ്ടോ അറിയാം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനകത്ത് 10 രൂപ ചെലവഴിക്കാനായിട്ട് പോകുമ്പോൾ 9 ചെലവഴിച്ചിട്ട് 1 മാറ്റിവെക്കുക, 1 പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സമ്പത്തായിട്ട് മാറ്റിവെക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ നമ്മുടെ MCAയുടെ ഒരു വലിയ നേതൃത്വ പ്രവർത്തകരുണ്ട്. നമ്മുടെ MC വയ്യങ്കാർ ഇതിലേക്ക് പോയിന്റ് വന്നു. ആദ്യമായിട്ട് ഇതിനകത്ത് വീട് കൂതാശ് ജയിച്ചത് എന്നെ കൊണ്ട് MC വയ്യങ്കാരാണ്. നമ്മുടെ ചുറ്റപ്പാലത്തിനകത്ത് പോയത് അവർ തന്നെ കണ്ടെത്തി പൈസ. അവരിപ്പോൾ പൈസ കണ്ടെത്തി അവിടെ ആന്ധ്ര മിഷനൊക്കെ പോകാൻ നമ്മുടെ ചെറുപ്പക്കാർ അവർ പള്ളി വരുന്നില്ല, പോകുന്നില്ലെന്ന് കാണുന്നില്ല. പക്ഷേ ഇവർക്ക് നല്ല ഇഷ്ടമുള്ള കാര്യം കൊടുത്ത് അവരൊക്കെ ചെയ്തോളും, പള്ളി വരികയും ചെയ്യും. നമ്മൾ ഇവിടെ പാട്ട് വേണം, കുർബാന വേണം, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ മാത്രം ചെയ്യാറില്ല, അത് വേണം. അതിൻ്റെ കൂടെ അവർക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നൽകണം. നമ്മുടെ അമ്മമാരെ പണിതുകൊണ്ട് ഇരിക്കുകയാണ്, കൊടുക്കുകയെടുത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്തുവത്തിൽ പിള്ളേരെ കൊണ്ട് പൈസ വെച്ചുകൊണ്ടിരിക്കുകയാണ്. തരണം കിട്ടുന്നതല്ല, നമ്മളെ വീട് പണി സ്നേഹപൂർവ്വം വീടെന്ന് പറഞ്ഞാണ്ട് MCAക്കാരുണ്ട്. ഈ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രേയസ്സുകാരെ ഓരോ റീജിയനിലും 3-4 വീടുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, പണിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്.
അപ്പോൾ നമുക്കറിയാവുന്ന പോലെ അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനോഹരമായിട്ട് ഈ പദ്ധതി തീർക്കാനായിട്ട് സാധ്യമാണ്. ഇതിൻ്റെ സ്പ്രെഡ് എഫക്റ്റിനെ സംബന്ധിച്ച് സുഭാഷിന് പറഞ്ഞു, തലശ്ശേരിയിൽ ആവിഷ്കരിച്ചു കഴിഞ്ഞു, മാനന്തവാടിയിൽ കഴിഞ്ഞു, പാലായിലെ കഴിഞ്ഞു, കോഴിക്കോട് രൂപതയിലെ കഴിഞ്ഞു. അങ്ങനെ കേരള സഭ ഒരു വലിയ മാറ്റത്തിന് പറയാവുന്ന പോലെ ഒരു ഭവന നിർമ്മാണ വിപ്ലവത്തിൻ്റെ നേതൃത്വം എവിടെ നിന്ന് വന്നാൽ അത് ബത്തേരിയിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ ഒന്നാമത്തെ സുഭാഷിതങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സുവിശേഷത്തിൻ്റെ പിന്നാലെ കുറെ കൂടി പോകണം. അങ്ങനെയാണ് നമുക്കറിയാം സുവിശേഷ സംഘവും സന്ധിയൊക്കെയായി സമയം മുഴുവൻ ബലപ്പെടുത്തുന്ന മിഷൻ പ്രവർത്തനമായിട്ട് രൂപാന്തരപ്പെട്ടു വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ആശയങ്ങൾ നമുക്ക് വലിയ കാര്യം ചെറിയ ചെറിയ സഹായങ്ങൾ കൊടുക്കുകയാണെന്ന് ചെയ്യാൻ സാധ്യമാകും. കഴിഞ്ഞ വർഷം ഈ ഒരു ഡിയനോടൊപ്പമുള്ള പരിപാടിയിൽ നമ്മൾ പങ്കെടുത്ത ചെറിയ ചെറിയ സംഭാവനകൾ എല്ലാവരും കൊടുത്താൽ നമുക്കറിയാം 2 ഭവനത്തിൽ കൂടുതൽ പണിയാനുള്ള തുക ഉണ്ടായിരുന്നു. ഈ വർഷം തീർച്ചയായിട്ടും അതിൽ കൂടുതൽ ഉണ്ടാകും. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാവരോട് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് പണിയുവാനായിട്ട് നമ്മുടെ എല്ലാ സഹോദരി ഭവനം പണിയുവാൻ സ്ഥലമില്ലാത്തവർക്ക് എല്ലാ പള്ളിക്കാരോടും പറഞ്ഞിട്ടുണ്ട്. അലവിനെ അറിയിച്ചിട്ട് മിച്ചമുള്ള സ്ഥലം നമുക്ക് പള്ളിക്ക് അത്യാവശ്യമുള്ള സ്ഥലം കൊടുക്കാതെ അവർക്ക് സ്ഥലം കൊടുത്ത് ഭവനം പണിയുവാൻ 10 വൈദിക ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ചെയ്യുന്നു. അതിൽ ബത്തേരി വൈദിക ജില്ല വളരെ സന്തോഷത്തോടു കൂടി ഉണർവോടുകൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ തിരുനാൾ ആയ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചുള്ള പ്രത്യേക നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. നമ്മൾ ഇവിടെ പിരിയുന്ന മുമ്പ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ അഭിനയ പിതാവിനോടൊപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം അതിന് മുമ്പ് അഭിനയ പിതാവ് പ്രാർത്ഥിച്ച് ആശീർവാദം നൽകുന്നു. എല്ലാവർക്കും നമുക്ക് പുറത്ത് ഭക്ഷണം ലഘുഭക്ഷണം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനകത്ത് എല്ലാവരും പങ്കെടുക്കണം. എല്ലാവരുടെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം അച്ഛന്മാർ പള്ളിയിൽ പറയും എങ്കിൽ പോലും ഇതുപോലെ ജൂലൈ 3-ാം തീയതി നമുക്കറിയാം നമ്മുടെ രൂപതാ ദിനമാണ്. അഭിനയ പിതാവിൻ്റെ തിരുനാളാണ്. കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ തിരുനാളാണ്. നമ്മുടെ സെമിനേരിയുടെ തിരുനാളാണ്. ഇങ്ങനെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ദിവസമാണ് സംബന്ധിച്ചത്. അതുകൊണ്ട് എല്ലാവരും കത്തീഡ്രൽ ദേവാലയത്തിൽ രാവിലെ 9 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്കും തുടർന്ന് നമ്മുടെ സ്ലൈസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ അവാർഡാണ് എല്ലാ രൂപത അവാർഡാണ് എല്ലാ വർഷവും ക്രമീകരിക്കുന്നത്. അതിലും ശേഷം നമ്മുടെ സ്നേഹവിരുദ്ധരും എല്ലാവരും പങ്കെടുക്കണം. ഇന്നേ തന്നെ എല്ലാവരും ഡേറ്റൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ കമ്മിറ്റി അംഗങ്ങളോട് ഭക്തസംഘടനകളോടൊക്കെ നമ്മൾ പറയുക. ഒന്നിച്ച് വന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മുടെ രൂപതയ്ക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന സമയം. അച്ഛന്മാർ പള്ളിയിൽ പറയും 2 ആഴ്ച കൂടിയുണ്ട്. ജൂലൈ 3 രാവിലെ ബുധനാഴ്ചയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനമൊക്കെ അവധിയുമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുപോലെ പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പൂനാക്കട്ടി രൂപതയുടെ പുതിയ അധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ കൊമേസ് പിതാവിന് സ്വീകരണം എന്നാണ് നമ്മൾ രൂപതയിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടാകണം. ഇതുപോലെ തന്നെ ശക്തമായിട്ടാണ് പിതാവ് ആദ്യമായിട്ട് നമ്മുടെ രൂപതയിൽ വരുമ്പോൾ പിതാവിന് പുതിയൊരു സ്വീകരണം നൽകുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം, ഓർത്തു വെക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പാസ്റ്റർ കൗൺസിലും സംഘടനാ ഭാരവാഹികളാരും 2 അഭിമന്യ പിതാവ് അതുപോലെ അച്ഛന്മാരെല്ലാം നമ്മുടെ ഭവന പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ ബ്രോഷർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പുതിയത് നമ്മുടെ പള്ളിയിലേക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ബ്രോഷർ കൂടുതൽ അടിച്ച് നൽകും. നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അത് നമ്മുടെ ഇടവകയിൽ മാത്രമല്ല, നിങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കൂടെ ഇതിലേക്ക് സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചിന്തിക്കണം. പ്രത്യേകിച്ച് ഒറ്റ ഉദാഹരണം മാത്രം. ഈ കഴിഞ്ഞ വലിയ നോമ്പിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ വലിയ നോമ്പിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പൈസ ഹൗസിംഗ് പ്രോജക്റ്റിലേക്ക് തരണമെന്ന് പറഞ്ഞു. അവസാനത്തെ ഞായറാഴ്ച എനിക്ക് പുതിയ ഞായറാഴ്ച ഞങ്ങളത് സ്തോത്ര കാഴ്ച അല്ലെങ്കിൽ കാഴ്ച സമർപ്പണം വായിച്ചു. എനിക്ക് 1,48,000 രൂപ ഇത് സാധിക്കുമെന്നുള്ള തെളിവാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നമ്മുടെ മേഖലയിലേക്ക് കൊടുത്തിട്ടുണ്ട് LCയുടെ നേതൃത്വം. അപ്പം ഞാൻ പറഞ്ഞ ഇതുപോലെ പല രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് വലിയ നോമ്പ് കാലഘട്ടത്തിലൊക്കെ അതൊരു വലിയ ഉദ്യമമായിട്ട് ഏറ്റെടുക്കണം. നമ്മുടെ മേഖലയിലെ വീടുകൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നതോടെ 3-ാം മൈൽ പള്ളിയോട് ചേർന്നാണ്. അപ്പം ജൂലൈ 4 വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ 3-ാം മൈൽ പള്ളിയുടെ പുനർകുദാശ നമ്മൾ നടത്തുന്നു.
അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ കുറച്ച് നാളായിട്ട് 3-ാം മൈൽ പള്ളി അടച്ചിട്ടേക്കായിരുന്നു. ഇപ്പോൾ അവിടെ 10 കുടുംബങ്ങൾ നമുക്ക് വീട് പണിയുന്നു. പിന്നെ ഒരു 5-6 ഫാമിലീസ് ഉണ്ട്. അപ്പോൾ ആ ദേവാലയം, നമ്മുടെ പള്ളിയുടെ ദേവാലയം നമ്മൾ വീണ്ടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കുകയാണ്. അപ്പം അന്നും ജൂലൈ 4-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നിങ്ങൾ ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അവിടെയാണ് നമ്മൾ 10 വീടുകൾ, നമ്മുടെ പുൽപ്പള്ളി, ബത്തേരി, കൽപ്പറ്റ മേഖലയിലെ 10 കുടുംബങ്ങളുടെ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നത്. പറയാൻ കാരണം ഇടയ്ക്കൊന്നും പോയി നോക്കുന്ന നല്ലതാണ്. നമ്മുടെ വീട്ടിൽ പണിയുന്ന ഭവനങ്ങൾ നമ്മുടെ കുഞ്ഞുചേട്ടനാണ് അത് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൈസ കിട്ടുന്നതനുസരിച്ച് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ ബത്തേരി ഈ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷത്തിലായി. അധികമായി ശ്രേയസിൻ്റെ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ കത്തീഡ്രൽ ദേവാലയത്തിലെ ചാൻസലർ, പ്രത്യേകിച്ച് റോട്ടോറിക്കാരിയായിട്ട് ശുശ്രൂഷ ചെയ്യാൻ അവസരം കിട്ടി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അഭിനയ പിതാവിനോട് ചേർന്ന് നിങ്ങളോടെല്ലാം ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ വലിയ അവസരമായിരുന്നു. അപ്പോൾ അതെല്ലാം ദൈവജനത്തിൽ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് പിതാവ് പറഞ്ഞതുപോലെ പുതിയ ശുശ്രൂഷ ജൂലൈ 7-ന് ഏറ്റെടുക്കുന്ന രീതിയിൽ ക്രമീകരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും തുടർന്നും ഉണ്ടാകണം. നൽകിയ എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിന് അല്ലെങ്കിൽ എല്ലാവിധമായ സഹകരണത്തിനും ദൈവനാമത്തിൽ എല്ലാവരെയും നന്ദിയോടെ ഓർക്കി പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ഔദ്യോഗികമായിട്ട് നമ്മുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട VP തോമസ് സാറ് ചുരുങ്ങിയ വാക്കിൽ നന്ദി പറയാനായിട്ട് പ്രത്യേകം ക്ഷണിക്കും. പിതാവേ, വലിയ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മായ സഹോദരരെ, ഏവർക്കും സ്നേഹം വന്ദനം. പിതാവിന് നമ്മുടെ രൂപതയുടെ എല്ലാ സ്നേഹിക ശുശ്രൂഷ അനുഗ്രഹകരമായിട്ട് നിർവഹിച്ചു വരുന്ന ഈ സന്ദർഭത്തിൽ രൂപതയുടെ വിവിധ മേഖലകളിലെ ഇതുപോലെയുള്ള പിതാവിന് നാമഹേതുകാം തിരുനാളും അതുപോലെ തന്നെ ആ മേഖലാ സന്ദർശനവും ഔപചാരികമായി നടത്തുന്ന സന്ദർഭത്തിൽ ഈ ബത്തേരി മേഖലയുടെ പേരിലുള്ള പ്രാർത്ഥന മംഗളങ്ങൾ ആദരവോടെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിച്ച് സംസാരിച്ചത് നമ്മുടെ രൂപതയുടെ വികാരി ജനറൽ സെബാസ്റ്റ്യൻ അച്ഛനാണ്. സെബാസ്റ്റ്യനോടുള്ള ഈ മേഖലയുടെ ആദരവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. സാന്നിധ്യമോട് ധന്യമാക്കുന്ന രൂപതയുടെ ചാൻസലർ, നമ്മുടെ രൂപതയുടെ കോർപ്പറേറ്റ് അച്ഛന് ചാക്കോച്ചനെ ഹൃദയപൂർവ്വമായ നന്ദി സ്നേഹത്തോട് അറിയിക്കുന്നു. നമ്മുടെ ഈ മേഖലയിലെ വൈദികര് സിസ്റ്റേഴ്സ് നിങ്ങളുടെ അനുഗ്രഹീത സാന്നിധ്യം ഈ പരിപാടി ഏറെ ധന്യമാക്കി ഇടവകളിൽ നിന്ന് ആത്മായ സഹോദരരെ എത്തിക്കുവാൻ പരിശ്രമിച്ചു. ഇതിനെ ധന്യമാക്കിയ എല്ലാ വൈദികർക്കും പ്രത്യേകമായ നന്ദി സ്നേഹത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്ത് നമ്മുടെ മേഖലയുടെ പ്രോട്ടോ വികാരിയായിരുന്ന സുദീർഘമായ സേവനം ഈ ബത്തേരി മേഖലയെ കോർത്തിണക്കുവാനും വൈദികരെയും അന്മാരെയും കോർത്തിണക്കുവാനും നമ്മുടെ ഹൗസിംഗ് പ്രോജക്റ്റ് ഭംഗിയായി നിറവേറ്റുവാനുമെല്ലാം അച്ഛൻ്റെ ശുശ്രൂഷ ഏറെ ഉപകാരമായിരുന്നു. പുതിയ തസ്തിക സ്വീകരിച്ച് സഭയുടെ സ്ഥാനത്തേക്ക് പോകുമ്പോൾ സഭയുടെ സെന്റിനറി ഏറെ അനുഗ്രഹകരമായി നടത്തുവാൻ ഉള്ള ക്രമീകരണം ചെയ്യാൻ അച്ഛനിടയാകട്ടെ. ദൈവസമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. ബത്തേരി മേഖലയുടെ എല്ലാ പ്രാർത്ഥന മംഗളങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പുതിയ വൈദികരെയും കൂടെ അവരുടെ കലശനൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച നന്ദിയോടുള്ള അവസരങ്ങളൊക്കെയാണ്. ആശ്രമ വൈദികരെ എല്ലാവരുടെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഇവിടെ ട്രാൻസ്ഫർ ആകുന്ന ജെയിംസ് ഈ സ്ഥാപനത്തിൻ്റെ കൂടെ ഡയറക്ടറായിരുന്നു. ഇടവക മാറിപ്പോയാലും ഇവിടെ തന്നെയുണ്ട്. എന്നാലും ജെയിംസ് മലയാളത്തിനുള്ള നന്ദി ആദരവോടെ അറിയിക്കുകയാണ്. എന്നാലും നമ്മുടെ സമയം കണ്ടെത്തി ഇവിടെ വരുവാനായിട്ട് ഇവിടെ സന്മനസ് കാണിച്ചു. ഒപ്പം നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ട സഹായം, സാമ്പത്തിക സഹായം നൽകുവാനായിട്ട് എല്ലാവരും സമനസ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് ശ്രേയസ് മുതൽ MCY മാധവ് ജോർജ് ഇൻഡിവിജ്വൽസ് നിങ്ങളെല്ലാവരും വലിയ സന്മനസ്സോടെ അതിനെ സഹകരിച്ചു. ഇവിടെ ഈ അവധി ദിവസം അല്ലാത്ത ദിവസത്തിൽ നിങ്ങളുടെ അനുഗ്രഹീത സാന്നിധ്യം അത് തന്നെ വലിയ ഒരു സംഭാവനയായി കരുതുകയാണ്. ബത്തേരി വൈദിക ജില്ലയുടെ പേരിൽ എല്ലാവർക്കും ഈ അന്മായ സഹോദരർക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറയുന്ന സിസ്റ്റേഴ്സിനെ ഞാൻ വിട്ടുപോയില്ല വിചാരിക്കുന്നു. അതിന് സിസ്റ്റേഴ്സിനോടുള്ള ആദരവ് നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുവാനായിട്ട് സഹായിച്ച നമ്മുടെ വൈദിക സെക്രട്ടറി തോമസച്ചനോടും മറ്റ് വൈദിക ഇവിടെയുള്ള സിസ്റ്റേഴ്സിനോടും എല്ലാം പ്രത്യേകമായ നന്ദി പ്രാർത്ഥനയോടെ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വന്യപിതാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളെ ആദരവോടെ അറിയിച്ചുകൊണ്ട് വിലമിയുടെ നന്ദി നമസ്കാരം. നമുക്ക് എഴുന്നേറ്റിരിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി
അഭിയുടെ പിതാവ് എല്ലാവർക്കും സ്വീറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ും
ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗാശവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും ശുശ്രൂഷകളോടും